ഓൺലൈനിന്റെ വോയിസ് ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. എല്ലാവരും പവർ ബി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ഓൺലൈൻ എല്ലാവരും പവർ ബി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? യെസ്. ഇൻസ്റ്റാൾ ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഇൻസ്റ്റാൾ ചെയ്തവർ മാത്രം. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന്റെ പേരെന്താ ആക്ച്വലി? നിങ്ങളിവിടെ എൻറോൾ ചെയ്ത കോഴ്സിന്റെ മുഴുവൻ പേരെന്താ? പൈത്തൺ. പൈത്തൺ ഡാറ്റാ സയൻസ്. പിന്നെ കഴിഞ്ഞോ? ML AI ഓർ BI. കുറച്ച് ലെങ്തി പേരാണ് നിങ്ങൾ ഇവിടെ എടുത്ത കോഴ്സിന്റെ പേര്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ആക്ച്വലി ഡാറ്റാ സയൻസ് ആണല്ലേ? നിങ്ങളിപ്പം മെക്കാനിക്കലും ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച പോലെ ഒരു ഫീൽഡാണ് ആക്ച്വലി എന്ത്? ഡാറ്റാ സയൻസ്. ഈ ഡാറ്റാ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ജോബ് റോൾസ് ഏതൊക്കെയാ? ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞൊരു ജോബ് റോൾ അല്ലല്ലോ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ജോബ് റോൾസ് ഏതൊക്കെയാ?
ഡാറ്റ അനലിസ്റ്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ മെയിൻ ടോപ്പിക്കിന്റെ കൂടെ ഓരോ ഡെവലപ്പർ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് പഠിച്ചത് പൈത്തൺ, പൈത്തൺ ഡെവലപ്പർ അല്ലേ. എസ് ക്യു എൽ പഠിച്ചിട്ടുണ്ടാവും, എസ് ക്യു എൽ ഡെവലപ്പർ. അടുത്ത് മെഷീൻ ലേണിംഗ് പഠിക്കുന്നുണ്ടാവും, എം എൽ ഡെവലപ്പർ. പിന്നെ എ ഐ പഠിക്കുന്നുണ്ടാവും, എ ഐ ഡെവലപ്പർ. പവർ ബി ഐ, പവർ ബി ഐ ഡെവലപ്പർ. അപ്പോൾ തന്നെ എത്രയായി? 5 ഡെവലപ്പറായി. ഇത് കൂടാതെയോ വേറെ എന്തൊക്കെ പോസ്റ്റ് ഉണ്ട് ഇത് കഴിഞ്ഞാലൊക്കെ ജോലി കിട്ടാൻ ചാൻസ് അല്ലേ? പിന്നെ കോമൺ ആയിട്ട് കേൾക്കുന്ന കുറച്ച് ടേംസ് ഉണ്ടാവും. ഡാറ്റ അനലിസ്റ്റ്, പിന്നെയോ ഡാറ്റ എഞ്ചിനീയർ, ഡാറ്റ സയന്റിസ്റ്റ്, പിന്നെയോ ഒന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ഇതല്ലാതെ കേട്ട വേറെ പേരുണ്ടോ? ഓൺലൈൻ വർക്കിൽ ആൻസർ പറയാനുണ്ടോ? ഡാറ്റ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ജോബ് റോൾ അല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ ഒരു ജോബ് റോളിന്റെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അറിയാത്തത് കൊണ്ടാണോ പറയാത്തത് കൊണ്ടാണോ? ഏതാ? അറിയില്ല. ബിസിനസ് അനലിസ്റ്റ് ആണെങ്കിലും നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റില്ലേ? ബിസിനസ് അനലിസ്റ്റ് ആവാം. പിന്നെ സാർ ഏത്? പറഞ്ഞാണ് ഇപ്പൊ വേറെ അറിയില്ല, സാർ പറഞ്ഞേ ഉള്ളൂ എനിക്കറിയുന്നു. ഓക്കെ. ഇത് മെയിൻ ആയിട്ട് ഡാറ്റ അനലിസ്റ്റ് ഒരു പോസ്റ്റ് ഉണ്ട്. അതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ബിസിനസ് അനലിസ്റ്റ്, പ്രൊഡക്റ്റ് അനലിസ്റ്റ്, സ്പോർട്സ് അനലിസ്റ്റ്, പിന്നെ കാറ്റലോഗ് അനലിസ്റ്റ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിന്റെ അണ്ടറിൽ തന്നെ വീണ്ടും വരുന്നുണ്ട്. പണ്ടൊക്കെ ഡാറ്റ അനലിസ്റ്റ് ആയിരുന്നു പേര്, അപ്പൊ അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് അതിന് കുറെ പുതിയ പുതിയ പേരുകൾ വരാൻ തുടങ്ങി. ഒരു 10-15ഓളം സബ് കാറ്റഗറി ഡാറ്റ അനലിസ്റ്റിന്റെ അണ്ടറിൽ തന്നെയാണ്. സ്പോർട്സ് അനലിസ്റ്റ് ഉണ്ട്. എന്താ സ്പോർട്സ് അനലിസ്റ്റ് എന്ന് അറിയോ? എന്തായിരിക്കും ഒരു ഐഡിയ ഉണ്ടോ? സ്പോർട്സ് അനലിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് എന്തായിരിക്കും അതറിയോ? ഡാറ്റ അനലിസ്റ്റ് എന്താ അറിയോ? ഓക്കെ. ഡാറ്റ എഞ്ചിനീയർ എന്താണെന്നറിയോ? അല്ലെങ്കിൽ ഡാറ്റ സയന്റിസ്റ്റ്. നിങ്ങൾ എല്ലാവരുടെയും സ്വപ്നം കാണുന്ന ഒരു റോൾ അതായിരിക്കും, ഡാറ്റ സയന്റിസ്റ്റ് അല്ലെ. അത് അവിടെ നിന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒട്ടുമിക്ക പേരും ഡാറ്റ സയൻസ് കൊണ്ട് കോഴ്സ് എടുത്തിട്ടുണ്ടാവും. ഉം. അപ്പൊ എന്തായിരിക്കും ഡാറ്റ സയന്റിസ്റ്റ്? എന്തായിരിക്കും ഡാറ്റ സയന്റിസ്റ്റ് ചെയ്യുന്നത്? ഉള്ള ഡാറ്റ വെച്ചിട്ട് എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, ഇതാണ് ഡാറ്റ സയന്റിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കഴിഞ്ഞാല് നെക്സ്റ്റ് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കോഴ്സ് കഴിഞ്ഞാല് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ കോഴ്സ് എടുത്തു, കോഴ്സ് കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ് ആലോചിച്ചിട്ടുണ്ടോ? ജോലി നിങ്ങളെ തേടി വരുമോ അല്ല നിങ്ങൾ ജോലി തേടി പോകണോ? നിങ്ങൾ തേടി പോകേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് തേടി പോകും അത് കണ്ടുപിടിച്ചോ? ഉം. അത് കണ്ടുപിടിച്ച് വെച്ചോ. എന്താ തേടി പോകുന്നത്? ജോലി. എന്തെങ്കിലും ഒരു ജോലിയാണോ അല്ല നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ജോലിയാണോ? മനസ്സിൽ വിചാരിച്ച ജോലി അറിയണമെങ്കിൽ ഫസ്റ്റ് അതിനെക്കുറിച്ച് പഠിക്കണ്ടേ? എന്നാൽ അത് ഏതൊക്കെ കമ്പനീസിൽ ആ പോസ്റ്റ് ഉണ്ട്, ആരൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെ അതിലോട്ട് എത്താൻ അതിനൊരു വഴി കിട്ടുമോ? ആരും നോക്കിയിട്ടില്ല ഇതുവരെ. ഫസ്റ്റ് പഠിക്കേണ്ടത് അതല്ലേ. നിങ്ങൾ കോഴ്സിലെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നോക്കേണ്ട കാര്യം ഞാൻ എവിടെ എത്തണം, അവിടെ എത്തണമെങ്കിൽ എന്തൊക്കെ പഠിക്കണം, എന്നിട്ട് വേണം സിലബസ് നോക്കിയിട്ട് ആ സിലബസ് അതൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണം കോഴ്സ് ചൂസ് ചെയ്യാൻ. അപ്പോഴല്ലേ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്തുമോ. അല്ലാതെ എന്തെങ്കിലും പഠിച്ചിട്ട് അത് പഠിച്ചതുകൊണ്ട് അവിടെ എത്തിക്കോന്ന് വിചാരിച്ചാൽ നമുക്കത് ഇഷ്ടപ്പെടുവോ? അങ്ങനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഒരുപാട് പേര് ഇപ്പം ഡാറ്റാ സയൻസ് എടുത്ത് ഇവിടെ വന്നിട്ടുണ്ടാവുക. എല്ലാ ഡൊമൈനിലുള്ള ആൾക്കാർ ഇവിടെ ഇല്ലേ? എല്ലാ ഡൊമൈനിലും ഉണ്ട്. എല്ലാവരും കോമൺ ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്ന് വീഴാനുള്ള റീസൺ എന്താ? അട്രാക്റ്റീവ് സാലറി ആണ്.
എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ കുറച്ച് പേരെ പാഷനേറ്റഡ് കൂടി ഇതിലോട്ട് വരാറുള്ളൂ. ബാക്കി എല്ലാവരും ആ ഒരു ഫോൾസ് അഡ്വർടൈസ്മെന്റിൽ വീണ് പോകുന്ന ആൾക്കാരാണ്. അട്രാക്റ്റീവ് സാലറി അല്ലേ? പവർ ബി നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ജസ്റ്റ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന അഡ്വർടൈസ്മെന്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതായിരിക്കും: വിത്തിൻ 4 hours യു ക്യാൻ ബിക്കം മാസ്റ്റർ ഇൻ പവർ ബി ഐ, യു ക്യാൻ ഏൺ അപ് ടു 16 lakh, 20 lakh, 30 lakh, 42 lakh എന്നൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കിട്ടും, പക്ഷെ അത്രയും സ്കിൽഡ് ആയിരിക്കണം കേട്ടോ. 4 മണിക്കൂർ കൊണ്ട് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരിക്കലും പോസിബിൾ അല്ല. പവർ ബിയിലെ ഒരു ഫംഗ്ഷൻ പഠിക്കാൻ തന്നെ ചിലപ്പോൾ 1 മണിക്കൂറിന് മുകളിൽ വേണ്ട വരും. ഒരൊറ്റ ഒരു കൺസെപ്റ്റ് പഠിക്കാൻ തന്നെ വേണമെങ്കിൽ 1 മണിക്കൂറിന് മുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അതിന്റെ ബേസിക് കൺസെപ്റ്റ് കിട്ടൂ. അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനിലോട്ട് പോകണമെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത്രയും മണിക്കൂർ അതിന്റെ പുറകിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് എവിടെ എത്തണം എന്നില്ല, ആ ഗോള് ഫസ്റ്റ് എന്ത് ചെയ്യും? അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഗോളിലോട്ട് എങ്ങനെ എത്താന്നില്ല, ആ റോഡ്, ആ വഴി എന്ത് ചെയ്യും? ഫസ്റ്റ് കണ്ടുപിടിക്കുക. വഴി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് സഞ്ചരിക്കാം. നിങ്ങൾ ഇവിടുന്ന് ഇപ്പം കണ്ണൂരേക്ക് പോകണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് എന്ത് ചെയ്യുക? ഗൂഗിൾ മാപ്പ് ഇടും. ഗൂഗിൾ മാപ്പ് ഇടുന്നതിന്റെ റീസൺ എന്താ? വഴി കറക്റ്റ്. ബ്ലോക്ക് ഇല്ലാത്ത വഴിയൊക്കെ കറക്റ്റ് ഡീവിയേറ്റ് ചെയ്ത് കാണിച്ചു തരാനല്ലേ? അപ്പൊ വഴി കറക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈസിലി പോകാൻ പറ്റുമല്ലേ? ഇല്ലെങ്കിലോ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ ഏറ്റവും ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ആ റോഡ് മാപ്പ് ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതില്ല നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട്, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്താണ് വേണ്ടതില്ല ഞാൻ അവിടെ ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പാത്തിലൂടെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടാവുക. എന്റെ പാത്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓരോ ആൾക്കാരും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ആ റോഡ് മാപ്പ് സെറ്റ് ചെയ്യും. നിങ്ങൾ എല്ലായിടത്തും കാണാറില്ല റോഡ് മാപ്പ് ടു ഡാറ്റ അനലിസ്റ്റ്, റോഡ് മാപ്പ് ടു ഡാറ്റ എഞ്ചിനീയർ, റോഡ് മാപ്പ് ടു ഡാറ്റ സയന്റിസ്റ്റ്. കാണാൻ പറ്റും ആ ഒരു ടേം കേട്ടിട്ടുണ്ട്, റോഡ് മാപ്പ്. അപ്പൊ ഫസ്റ്റ് ആ റോഡ് മാപ്പ് എന്താണെങ്കിലും നിങ്ങളുടേത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് ആ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കുക. കാര്യം വളരെ സിമ്പിൾ ആയിരിക്കും. അതെനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ നിങ്ങളോട് ഇപ്പം പറഞ്ഞിരുന്നത്. അത് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ എൻഡിങ്ങിലാവുമ്പോഴേക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ ഈസി ആയിട്ടുണ്ടാവും. ഒട്ടുമിക്ക ആൾക്കാർ അത് എവിടെ എപ്പോഴാണ് ചെയ്യാൻ പോകുന്ന അറിയോ? കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിലോട്ട് നിങ്ങൾ ആ ബോധം വരുക. അപ്പോഴേക്കും എന്താ, ഒരുപാട് മാസങ്ങൾ വെറുതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ജോലി കിട്ടും, പക്ഷെ ഒട്ടുമിക്ക പേർക്കും കിട്ടുന്ന ജോലി അവർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആയിരിക്കില്ല. ഒരു 2-3 മാസം കഴിയുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവരെന്ത് പറയും? അത് ഞാൻ റിസൈൻ ചെയ്തു. റീസൺ എന്താ? എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. വളരെ കുറച്ച് പേര് മാത്രമേ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടാവും. അവരോടെങ്കിലും അവർ പറയും നല്ല രസമുണ്ട് ചെയ്യാൻ, എനിക്ക് നല്ല താല്പര്യമുണ്ട്. ഇപ്പൊ 2 ടൈപ്പ് ആൾക്കാരെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടില്ല ജോലി ചെയ്യുന്നതിൽ. ഒന്ന് വളരെ താല്പര്യത്തോടെ ചെയ്യുന്നതും, ഒന്ന് ഭയങ്കര ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതും. സിറ്റുവേഷൻ കാരണം ചെയ്തു പോകുന്നതുകൊണ്ട്, മറ്റേത് സിറ്റുവേഷൻ ഉണ്ടാവും പക്ഷെ അവര് ആ ജോലി ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. നിങ്ങൾ ലുമിനാറിലോട്ട് വരുമ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മൺഡേ ആകുമ്പോൾ എല്ലാവരുടെയും മെന്റാലിറ്റി എന്തായിരിക്കും? അല്ലെങ്കിൽ സാറ്റർഡേ ഈവനിങ് ആകുമ്പോൾ എന്തായാലും എല്ലാവരുടെയും മെന്റാലിറ്റി എന്തായിരിക്കും? സാറ്റർഡേ ഈവനിങ്, സാറ്റർഡേ നൈറ്റ്, മൺഡേ മോർണിംഗ്, രാവിലെ ഉറക്കണിക്കുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? ഉം. ഇനി പോണല്ലോ ഒരു 5 ദിവസം അല്ലേ? ഫ്രൈഡേ ഈവനിങ് ആവാനാകുമ്പോഴോ സന്തോഷമായിരിക്കും അല്ലേ? 2 ദിവസം ലീവായി, വീട്ടിൽ പോവാം, നല്ല ഭക്ഷണം കഴിക്കാം, ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോവാം. പക്ഷെ അത് നേരെ തിരിച്ചാലോചിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് പേരും അതുണ്ട്. അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുന്നത് അവർക്ക് ആ ജോലി ചെയ്യുമ്പോഴായിരിക്കും. അപ്പൊ ആ ടൈപ്പ് ഓഫ് ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളുടെ കരിയർ ഗ്രോ ചെയ്യാൻ പറ്റും. അതെനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിർത്തിയിട്ടുമുണ്ട്. ഒന്നൊന്നല്ല, ഒരുപാട് ഞാൻ ചെയ്തിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിലോട്ട് പോയി വീഴാതിരിക്കാൻ ഇപ്പോഴേ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന എന്തോ ഒരു കാര്യം അവിടെ ഉണ്ട്. അത് ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന റൂട്ട് സെർച്ച് ചെയ്യും. ചിലപ്പോൾ ഡാറ്റാ സയൻസ് ആകാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയുള്ള ആരും ഉണ്ടാവും. പിന്നെ കുറച്ച് പേരുണ്ട് ഒരു കാര്യത്തിനോട് ഭയങ്കര പാഷൻ ആയിരിക്കും, പക്ഷെ ഒരിക്കലും അവർ പ്രൊഫഷൻ ആക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരാണ്. മുമ്പ് എൻ്റെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ആൾ അടിപൊളിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യും. വീഡിയോ എഡിറ്റിംഗ് പറഞ്ഞാൽ അങ്ങ് അൾട്ടിമേറ്റ് ലെവലിൽ ചെയ്യും. ഞാൻ അവിടെ ചോദിച്ചു, പിന്നെ ഇതിന്റെ ഡാറ്റാ സയൻസ് പഠിക്കാൻ വന്നു ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെന്റെ പാഷനാണ്, എനിക്ക് പ്രൊഫഷനാക്കാൻ വലിയ താല്പര്യമില്ല. ഞാൻ ചോദിച്ചു എന്തേ? അപ്പോൾ ആള് പറഞ്ഞത്, ഞാനിതൊരു ഒരാളുടെ അണ്ടറിൽ ചെയ്യുമ്പോൾ എനിക്ക് എന്താവും, ആൾ ഒരുപാട് റെസ്ട്രിക്ഷൻ വെക്കും, അതെനിക്ക് ഇഷ്ടപ്പെടൂല. ആൾക്ക് എന്ത് ചെയ്യണം? ഫ്രീ, ആളുടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് മാത്രം ചെയ്യണം, വേറൊരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ആള് സെൽഫായിട്ട് അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ഒരു കമ്പനിയിൽ ഇപ്പം ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്കും ചെയ്യുന്നുണ്ട്. അത് പ്രൊഫഷനും, മറ്റേതാൾ പാരലലി പാഷൻ അതുപോലെ സൈഡിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. രണ്ടും ആൾക്കാർ നല്ല ഇൻകം വരുന്നുണ്ട് രണ്ടും. ഓരോ ടൈപ്പ് ആൾക്കാരുണ്ട്, പാഷൻ തന്നെ പ്രൊഫഷനാക്കി മാറ്റുന്ന ആൾക്കാരുണ്ട്. അത് ഓരോ ആൾക്കാരുടെ ചോയ്സ് ആണ്. ഓരോ ആൾക്കാർക്ക് ഓരോ റീസൺ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. നിങ്ങൾ ആരാണെന്നില്ല നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഡിഫൈൻ ചെയ്യുക. ഓരോ ആൾക്കാരുടെ കഴിവ് ഡിഫറെന്റ് ആയിരിക്കും. അതനുസരിച്ചിട്ട് വേണ്ടി എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഫസ്റ്റ് അനലൈസ് ചെയ്യുക. നിങ്ങളിപ്പോഴും ഡാറ്റ അനലൈസ് ചെയ്യുന്നില്ലേ, അതുപോലെ നിങ്ങളിപ്പോൾ നിങ്ങളെ തന്നെ ഫസ്റ്റ് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരാൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അത് ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാർ അത് കണ്ടുപിടിക്കാൻ കുറെ വർഷങ്ങൾ എടുക്കും. ഇപ്പോഴേ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആളെ കിട്ടും. പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അതുപോലുള്ള കാര്യത്തിൽ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ ഒരു IT ജോബാണ് ഇവിടെ മെയിൻ ലക്ഷ്യമെങ്കിൽ അവിടെ ടെക്നിക്കൽ സ്കില്ല് മാത്രം പോരാ, ഓരോരോ കാര്യം കൂടെ വേണം. എന്തായിരിക്കും? ടെക്നിക്കൽ സ്കിൽ കൊണ്ട് മാത്രം നിങ്ങൾക്ക് മുമ്പോട്ട് അധികകാലം പോകാൻ പറ്റില്ല. അതേ ഇമ്പോർട്ടൻസ് വരുന്ന മറ്റൊരു സ്കിൽ എന്താ, സോഫ്റ്റ് സ്കിൽ. മീൻസ് എന്തായിരിക്കും, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ നിങ്ങളൊരു അനലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് സംസാരിക്കേണ്ടി വരും. നിങ്ങളൊരു ബിസിനസ് അനലിസ്റ്റ് ആണെങ്കിൽ ആ ബിസിനസിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അവർ റിക്വയർമെന്റ് മനസ്സിലാക്കുകയും വേണം. ആ റിക്വയർമെന്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യുന്ന കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയും വേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജും വേണം, പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറ്റണം. ഇല്ലെങ്കിൽ ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ക്ലയൻസിനോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കൂടെ പഠിക്കണം. ചെയ്യുന്ന പ്രൊജക്ട് നന്നായിട്ട് മാത്രം കാര്യമില്ല, അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അത് പ്രോപ്പറായിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും കൂടെ പറ്റണം. അപ്പൊ അവിടെ എന്ത് വേണം, കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള റീസൺ, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്താ, എക്സാം ആണോ ഇന്റർവ്യൂ ആണോ? മോസ്റ്റ് പ്രോബ്ലി ഇന്റർവ്യൂ ആയിരിക്കും. ചിലപ്പോൾ ഒരു എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ഇന്റർവ്യൂ വരാൻ പോകുന്നുണ്ടാവുക. എന്തായാലും ഒരു റൗണ്ട് എന്തായിരിക്കും, ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആയിരിക്കും. ഇന്റർവ്യൂവിൽ എന്താ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ എങ്ങനെ തെളിയിക്കാൻ പോകുന്നത്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ കൂടിയാണ് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. സോറി, സ്കില്ല് ഷോക്കേസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ചിലപ്പോൾ അടിപൊളിയായിരിക്കും ടെക്നിക്കലില്, പക്ഷെ എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്റെ അവസ്ഥ എന്താ? അത് ഞാൻ അടിപൊളിയാണെന്ന് എന്റെ ചുറ്റും എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, പക്ഷെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് അറിയില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ആളെ എന്ത് ചെയ്യാൻ പറ്റണം, ഞാൻ അത്രയും സ്കിൽഡ് ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൂടെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില സ്റ്റുഡൻസ് ഞാൻ കാണാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അത് മാത്രമേ അവർക്ക് ഉണ്ടാവും, ബാക്കിയൊക്കെ അവരെന്ത് ചെയ്യും, അത് വെച്ചിട്ട് ആ സിറ്റുവേഷൻ അവർ ഹാൻഡിൽ ചെയ്യും. ബാക്കി പിന്നെ അവർ വേറെ എന്തെങ്കിലും രീതിയിൽ തട്ടിമുട്ടിയിട്ട് പ്രൊജക്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ടാവും. അവർക്ക് പിടിച്ചു നിൽക്കാൻ അറിയാം, എന്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും. പിന്നെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് ടെക്നിക്കൽ സ്കില്ലും ഉണ്ടാവും. അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായി, ഔട്ട്കം വേറെ ലെവലായി. നിങ്ങൾ അവിടെ ആലോചിച്ച് നോക്കും, നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ടോപ്പ് നോച്ച് ആണ്, നിങ്ങൾ വേറെ ലെവലിലോട്ട് പോകുന്നുണ്ടാവും. നിങ്ങൾ ജോലിയല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ ആവാൻ പോവാണ്. അപ്പൊ നിങ്ങളൊരു കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ എന്താവണം, നിങ്ങൾക്ക് ഒരുപാട് മീറ്റിംഗും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അവിടെ സംസാരിക്കേണ്ടതാരാ, നിങ്ങൾ തന്നെയായിരിക്കും. വേറെ ആരെങ്കിലും സംസാരിക്കുമോ? ഇല്ല. അപ്പൊ അവിടെ ആരും ഇമ്പോർട്ടൻ്റ്, കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആയാലും പ്രൊഫഷണൽ ലൈഫ് ആയാലും കമ്മ്യൂണിക്കേഷൻ അവിടെ വലിയൊരു റോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൂടെ മാക്സിമം അതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുക. ഒട്ടുമിക്ക പേർക്കും ചോദിക്കുമ്പോൾ പറയുന്ന ഒരു റീസൺ ആണ് സ്റ്റേജ് ഫിയർ. അതില്ലാത്ത ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? എല്ലാവർക്കും അതല്ലേ പേടി, സ്റ്റേജ് ഫിയർ എന്നുള്ളൊരു കൺസെപ്റ്റാണ് എല്ലാവരുടെയും. സ്റ്റേജ് കാണുമ്പോൾ മാത്രമുള്ള പേടിയാണോ, അല്ല സംസാരിക്കാൻ പറയുമ്പോഴുള്ള പേടിയാണോ? ഉം. ആ ഫിയർ ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇന്നത്തെ ലോകത്തില്ല കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കൈയൊക്കെ ആ സമയത്ത് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, ഇരുന്ന് പറക്കുന്നുണ്ടാവും. ഉം. പക്ഷെ അതൊക്കെ ഞാൻ മാക്സിമം എന്ത് ചെയ്യും, ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും. എന്റെ നെഞ്ചൊക്കെ ഓരോ എന്താണ് ടോക്കിനൊക്കെ പോകുന്ന സമയത്ത് എന്റെ നെഞ്ചൊക്കെ ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് ചിലപ്പോൾ മൈക്ക് അവിടെ വെച്ചാൽ അവർക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, കുറെയൊക്കെ അവിടെ ഹൈഡ് ചെയ്ത്
സംസാരിക്കാൻ ട്രൈ ചെയ്യുക. സംസാരിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. എന്റെയൊക്കെ സ്കൂളിൽ ഞാൻ പഠിച്ച എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ ഒക്കെ ഇപ്പം പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും വിശ്വസിക്കുക പോലും ഇല്ല ഞാൻ ഈ ഒരു പ്രൊഫഷനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാലത്ത് അവർ വിശ്വസിക്കില്ല. ഇല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവർ വിശ്വസിക്കൂല. ഞാനും നിങ്ങളെ പോലെ തന്നെയായിരുന്നു ഒരു കാലത്ത്. പക്ഷെ അത് ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. ചേഞ്ച് ചെയ്തപ്പോൾ കരിയറിൽ നല്ല ഇമ്പ്രൂവ്മെന്റ്സ് കാണാനും പറ്റി. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന ഫാക്ടർ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ടെക്നിക്കൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത് ഇമ്പോർട്ടൻസ് കമ്മ്യൂണിക്കേഷനും പാരലി ബിൽഡ് ചെയ്യുക. പവർ ബിയിൽ എപ്പോഴും പറയുന്ന ഒരു ടേം ഉണ്ട്, ഒരു പ്രൊജക്ട് സക്സസ് ആവണമെങ്കിൽ അതിന്റെ 40% ടെക്നിക്കൽ സ്കില്ലിലും 60% കമ്മ്യൂണിക്കേഷനാണ് പറയുക. അത് പ്രോപ്പറായിട്ട് റിക്വയർമെന്റ് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ബിൽഡ് ചെയ്യാൻ പറ്റൂ, ആ റിക്വയർമെന്റിന് വേണ്ട സൊല്യൂഷൻ നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റൂ. നമ്മളിവിടെ ആക്ച്വലി എന്താ ചെയ്തു കൊടുക്കുന്നത്? ഒരു സൊല്യൂഷനാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബിസിനസ് ആൾക്കാർ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടാവും. ആ പ്രോബ്ലത്തിന് നമ്മൾ എന്തായിരിക്കും ഒരു സൊല്യൂഷനായിരിക്കും കണ്ടുപിടിച്ച് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റണം? പ്രോബ്ലം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഏതൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതും എന്തിനു ബേസ് ആയിട്ടായിരിക്കും? ഒരു പ്രോബ്ലത്തിന് ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന AI ക്യാമറ, എങ്ങനെയായിരിക്കും AI ക്യാമറ ഡെവലപ്പ് ആയിട്ടുണ്ടാവുക? വെറുതെ ഒരു ദിവസം ഒരാളുടെ മനസ്സിൽ വന്ന് ഐഡിയ ആയിരിക്കുമോ? അല്ല. അവിടെ ആക്ച്വലി ഉണ്ടായിരുന്ന പ്രോബ്ലം എന്താ? ട്രാഫിക് വയലേഷൻ റെഡ്യൂസ് ചെയ്യണം. പക്ഷെ പോലീസ് MVD ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവർക്ക് 24 മണിക്കൂർ എന്ത് ചെയ്യാൻ പറ്റില്ല? എല്ലാ സ്ഥലത്തും പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്താ? ഇതുപോലെ ക്യാമറയിൽ AI ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം വന്നു, ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ അവിടെയായി. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ എല്ലാ ഷോപ്പിലും ഓഫേഴ്സ് കൊടുക്കുന്ന കാണാൻ പറ്റും. ഇപ്പൊ ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ ഓഫറൊക്കെ കൊടുക്കുന്ന കാണാൻ പറ്റും. എന്തിനായിരിക്കും അവരത് കൊടുക്കുന്നുണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. എന്തിനാണ് ഈ ഓഫേഴ്സും കാര്യങ്ങളും അവരോട് കൊടുക്കുന്നത്? പ്ലസ് എല്ലാ വണ്ടിയും അതൊക്കെ അവർ ഓഫറിലിട്ട് ഓക്കെ. അതല്ലാതെ വിറ്റ് പോവാത്ത പ്രൊഡക്ട്സ് വിറ്റ് പോവാനായിട്ട് എക്സസ് ആയിരിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാവരും ആ രീതിയിലായിരിക്കും അതിനെ കാണുന്നുണ്ടാവുക. പക്ഷെ അതിന്റെ പുറകിൽ വേറൊരു ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടാകാം. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, മേ ബി എന്നേ പറയുന്നുള്ളൂ. ഇപ്പം ഒരു മിഡിൽ ക്ലാസ്സിലെ ആളോട് ഒരു ഡ്രസ്സ് വാങ്ങണം അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരാരെങ്കിലും ലുലു ഹൈപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ലുലു ഫാഷൻ സ്റ്റോറോ ലുലു കണക്റ്റോ സജസ്റ്റ് ചെയ്യുമോ? വളരെ റയർ ആയിരിക്കും. അവിടെ പോയിട്ടില്ലെങ്കിൽ അവരെന്താ പറയാ, അവിടെ ഭയങ്കര പൈസ ആയിരിക്കും എന്ന് പറയാം. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ പോലും ജീവിതത്തിൽ പോയി നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ നെഗറ്റീവ് പറയും. അല്ലെങ്കിൽ ഒരു തവണ പോയ ആൾ ചിലപ്പോൾ രണ്ടാമത് അവിടെ പോകുന്നുണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവരോട് ഒരുപാട് ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് മനസ്സിലാവും വരുന്ന ആൾക്കാർ എപ്പോഴും വരുന്നുണ്ട്, വരാത്തവർ ഒരിക്കലും ഇങ്ങോട്ട് വരുന്നില്ല. അവരെന്ത് ചെയ്യണം? ഈ ആൾക്കാരെ അങ്ങോട്ടൊന്ന് അട്രാക്ട് ചെയ്യണം. അത് അവർക്ക് അവരുടെ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. അവരുടെ കയ്യിൽ ഒരുപാട് ഡാറ്റ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഡാറ്റ നമ്മളവിടെ പോയിട്ടില്ലെങ്കിലും നമ്മുടെ ഡാറ്റ എവിടെ ഉണ്ടാവും? അവരുടെ കയ്യിലുണ്ടാവും. പല രീതിയിൽ അവർ നമ്മളെ സൈഡിൽ നിന്ന് ക്യാഷ് ചെയ്യുന്നുണ്ടാവും. പല രൂപത്തിൽ അവർ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ ഒരു കൊച്ചി എന്ന് പറഞ്ഞ ഏരിയയിൽ ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും വൈഡ് വെറൈറ്റി, അതായത് ഡിഫറെന്റ് ഡിസ്ട്രിക്ട്, ഡിഫറെന്റ് സ്റ്റേറ്റ്, ചിലപ്പോൾ ഡിഫറെന്റ് കൺട്രീസിലുള്ള ആൾക്കാരുണ്ടായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രതീക്ഷിച്ച അത്രയും ആൾക്കാർ അവിടെ വരുന്നില്ല. അപ്പൊ അതിനുള്ള റീസൺ അവരുടെ അനലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും? റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ടാവും. പല രൂപത്തിൽ അവർ റിസർച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തന്നെ അതിന്റെ പുറകിലുള്ള കോളും കാര്യങ്ങളും വരുന്നൊക്കെ ഉണ്ടാവും, നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും ഇതുപോലെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യണം? അങ്ങോട്ട് അട്രാക്ട് ചെയ്യണം. പിന്നെ ഒരുപാട് ഓൺലൈൻ സ്റ്റോറുകൾ ഉള്ളത് കൊണ്ട് ആളുകൾ എന്തുകൊണ്ടും പോകുന്നുണ്ട്? ഓൺലൈനിലോട്ടും പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇതുപോലെ ഫിസിക്കൽ സ്റ്റോറും ഉണ്ട് എന്ന് അറിയിക്കണം. മേ ബി അതിനായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക? ഓഫർ അവിടെ നിന്ന് ഉണ്ടാവുക. അപ്പൊ നമ്മൾ പോയിട്ട് അത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് നമ്മളൊന്ന് അട്രാക്റ്റഡ് ആവും. ചിലപ്പോൾ അടുത്ത തവണ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ ഒന്നിക്കൽ എന്ത് പറയും? അവിടെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാന്നുള്ളൊരു ഐഡിയയും പറയും. വാങ്ങണമെന്ന് പറയില്ല. ഇനി അവിടെ പോയിട്ട് അവിടുന്ന് ജസ്റ്റ് പ്രൈസ് കമ്പയർ ചെയ്യും, അപ്പുറത്തെ ഷോറൂമിൽ പോയിട്ട് പ്രൈസ് കമ്പയർ ചെയ്യുന്ന പറയും. ഒരു ഡിഫറൻസ് അവിടെ കിട്ടിയ അവർക്ക്. അപ്പോൾ ഇതുപോലെ കാര്യങ്ങൾക്ക് പുറകിൽ എന്താ വർക്ക് ചെയ്യുന്നുണ്ടാവുക? ഒരു ബിസിനസ് അനലിസ്റ്റിന്റെ ബിസിനസ് സ്ട്രാറ്റജി ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. എന്ത് കാര്യമായാലും, ഇപ്പൊ ഒരു മെഡിക്കൽ സ്റ്റോർ ആയാലും പോലും അതിന്റെ പുറകിലും എന്ത് വർക്ക് ചെയ്യുന്നുണ്ട്? ഒരു അനലിസ്റ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
ഇപ്പോഴത്തെ സീസണിൽ നിങ്ങൾ പോയി നോക്കിക്കോ, ഇപ്പോഴത്തെ സീസണിൽ വരാൻ പോകുന്ന എല്ലാ അസുഖങ്ങളുടെയും മരുന്ന് അവിടെ റെഡി സ്റ്റോക്ക് ഉണ്ടാവും. ഇനി ഈ സീസണിൽ വരുന്ന അസുഖം വേറൊരു സീസണിൽ ഒരാൾക്ക് വന്നു, ചിലപ്പോൾ ആ മെഡിക്കൽ സ്റ്റോറിൽ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ മെഡിസിൻ അവൈലബിൾ ആവണമെന്നില്ല. എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അവർ സ്റ്റോർ ചെയ്ത് നോക്കുന്നത് ആ സീസണിലെ മെഡിസിൻസ് ആയിരിക്കും. എന്തായിരിക്കും അവർ അനലൈസ് ചെയ്യുന്നുണ്ട് ആ ഏരിയയിൽ ഈ ഒരു സീസണിൽ എന്തൊക്കെയാണ് കൂടുതൽ വരുന്നത്, അപ്പൊ അതിനനുസരിച്ച് അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. എല്ലാ സ്ഥലത്താലും അങ്ങനെ തന്നെയാണ് കാര്യം നടക്കുന്നത്. ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും, ഇപ്പൊ ലുമിനാർ ഇപ്പം ഡാറ്റാ സയൻസ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കുന്നത്. മുമ്പേ ഡാറ്റാ സയൻസ് ഉണ്ട്, പക്ഷെ അത്ര പ്രൊമോട്ടായി ആൾക്കാർക്ക് അത് മനസ്സിലായി തുടങ്ങി. ഇപ്പൊ എന്തായി, എല്ലാവർക്കും അത് വേണമെന്നുള്ളൊരു ആവശ്യമായിട്ട് മാറി. അപ്പൊ അത് നോളജ് ഇല്ല ആൾക്കാർക്ക് എന്തായി, ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങിയപ്പോൾ എന്തായി, അത് വെച്ചിട്ട് അവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അടുത്ത 10 വർഷവും ഡാറ്റാ സയൻസിന്റെ ആവണമെന്നുണ്ടോ? ഇല്ല. പുതിയ ടെക്നോളജി വരുമ്പോൾ എന്താവും, അതിനനുസരിച്ച് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ അപ്ഡേറ്റ് ആവും. അപ്പൊ അവർ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ അനലിസ്റ്റ് ഇതിന്റെ പുറകിലിരുന്ന് നെക്സ്റ്റ് ഇയർ എന്ത് സംഭവിക്കാൻ പോകുന്നു അതൊക്കെ അവരെന്ത് റിസർച്ച് ചെയ്ത് പഠിക്കുന്നുണ്ടാവും. എന്നിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഓരോ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി ഒരു അനലിസ്റ്റിന്റെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഇൻസൈറ്റ് മാത്രം ക്രിയേറ്റ് ചെയ്യുന്നുള്ളതല്ല, അത് മുഴുവൻ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്ത് ഓരോ കാര്യങ്ങളും നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റേണ്ടത് ഒരു വലിയ പ്രോസസ്സാണ് ആക്ച്വലി. നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ബാർ ചാർട്ട് അതുപോലെയൊക്കെ ആയിരിക്കും, പക്ഷെ അത് വെച്ചിട്ട് അവർ എടുക്കുന്ന ഡിസിഷൻ ഒക്കെ എന്തായിരിക്കും, വളരെയധികം വലുതായിരിക്കും. അതാണ് ഒരു കമ്പനിയുടെ ഗ്രോത്തിനെ തന്നെ അവിടെ പിടിച്ചു നിർത്തുന്നത്. ഒന്ന് പാളിക്കഴിഞ്ഞാൽ എന്താവും, കാര്യം മാറും. ഇതിനെയാണ് ആക്ച്വലി ബിസിനസ് ഇന്റലിജൻസ് എന്ന് കോൾ ചെയ്യുക. BI എന്ന് പറഞ്ഞ എന്താണ്, ബിസിനസ് ഇന്റലിജൻസ്. പവർ BIയിലെ BI എന്ന് പറഞ്ഞ ബിസിനസ് ഇന്റലിജൻസ്. ആ ഒരു ബിസിനസ് പ്രോബ്ലത്തിന് കറക്റ്റ് ടൈമിൽ സൊല്യൂഷൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കുക. എന്തിന്റെ ഹെൽപ്പോട് കൂടെ, വിഷ്വൽസിന്റെ ഹെൽപ്പോട് കൂടെ. അതിനെ വിളിക്കുന്ന പേരാണ് BI. അത് ആക്ച്വലി ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ആർക്ക്, പവർ BI, ടാബ്ലോ, ക്ലിക്ക് വ്യൂ, പിന്നെ ലൂക്കർ സ്റ്റുഡിയോ ഒക്കെ പറയുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടൂൾസ്. അതിലിപ്പം കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പവർ BI. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന പവർ BI. ആരുടെ പ്രൊഡക്റ്റാണ് പവർ BI? മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റ്. അതിൽ ഡിഫറെന്റ് കമ്പോണൻസ് ഏതൊക്കെയാ, പവർ BI ഡിഫറെന്റ് കമ്പോണൻസ് ഏതൊക്കെയാ? പവർ BI ഡെസ്ക്ടോപ്പ്, പവർ BI സർവീസ്, മൊബൈൽ ആപ്ലിക്കേഷൻ. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച കാര്യങ്ങൾ. പിന്നെ അവിടെ ഉണ്ട് ഗേറ്റ് വേ, റിപ്പോർട്ട് സെർവർ, റിപ്പോർട്ട് ബിൽഡർ എന്ന് പറഞ്ഞ ഡിഫറെന്റ് കമ്പോണൻസ് ഉണ്ട്. അതിൽ പവർ BI ഡെസ്ക്ടോപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നത്, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിരിക്കും ആര് യൂസ് ചെയ്യുക, പവർ BI ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുക. സർവീസ് എന്തിനായിരിക്കും യൂസ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ ആര് യൂസ് ചെയ്യുക, പവർ BI സർവീസ് യൂസ് ചെയ്യുക. മൊബൈൽ ആപ്ലിക്കേഷൻ എന്തിനായിരിക്കും യൂസ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ട് നമുക്ക് മൊബൈലിൽ സൈൻ ചെയ്ത് കാണാനാണ് ആര് യൂസ് ചെയ്യുക, മൊബൈൽ ആപ്ലിക്കേഷൻ. മൊബൈൽ ആപ്ലിക്കേഷനിലെ ഡെവലപ്മെന്റ് പറ്റില്ല, ജസ്റ്റ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉണ്ടാവും. ഞാൻ ഇപ്പം പറയുന്ന എല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻസ് ആയിരിക്കും. അത് ഓരോ ദിവസം കഴിയുന്നവർ എന്താവും, അതിന്റെ കൂടെ പോയിന്റ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ പോകേണ്ടി വരും കേട്ടോ. ഇപ്പം ജസ്റ്റ് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമായി, റിപ്പോർട്ട് ക്രിയേഷൻ എന്ന് മാത്രമായി. ഇനി കുറച്ച് കഴിയുമ്പോൾ അതിന്റെ കൂടെ അടുത്തൊരു പോയിന്റ് ആഡ് ചെയ്യും. സർവീസ് പറഞ്ഞാൽ ഇപ്പം ജസ്റ്റ് എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ, റിപ്പോർട്ട് ഷെയർ ചെയ്യാന്ന് മാത്രം. കുറച്ച് കഴിയുമ്പോൾ അവിടെ വീണ്ടും പോയിന്റ്സ് കൂടും. നിങ്ങൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ തന്നെ ഹൈ ലെവൽ പോയിന്റ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നൊരു ഐഡിയ പോലും ജനറേറ്റ് ആവില്ല. അപ്പോൾ ബേസിക് തൊട്ടിട്ട് നമ്മൾ എങ്ങോട്ടാ പോവുക, അഡ്വാൻസ് ലെവലിലോട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുക. അങ്ങോട്ട് തന്നെയാണോ ആ. സമയം മാറിപ്പോയാണോ? 12:30 ആണ് ഓക്കെ. പിന്നെ ഇവിടെ ഒരുപാട് 1-to-1 കമ്പാരിസൺസ് പഠിക്കാനുണ്ട് കേട്ടോ. 1-to-1 കമ്പാരിസൺ എന്തായിരിക്കും, ഇതും മറ്റേതും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ്. അപ്പോൾ അതിനൊക്കെ കറക്റ്റ് പോയിന്റ്സ് പഠിച്ചു നോക്കട്ടെ. ഇന്റർവ്യൂസിൽ ചിലപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആൻസർ പറയാൻ പറ്റണം. ചിലപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്തായിരിക്കും, പവർ BI ഡെസ്ക്ടോപ്പും പവർ BI സർവീസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഡെസ്ക്ടോപ്പ് എപ്പോഴും എന്തിനാ യൂസ് ചെയ്യുക, റിപ്പോർട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പർപ്പസ്. സർവീസ് ആണ് അതിന്റെ ഏറ്റവും വലിയ പർപ്പസ് എന്താ, ആ ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ പർപ്പസ്. ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഏതാ, ഡെസ്ക്ടോപ്പ് ആണോ, സർവീസ് ആണോ, മൊബൈൽ ആപ്ലിക്കേഷൻ ആണോ, എന്തായിരിക്കും, ഡെസ്ക്ടോപ്പ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഹോം സ്ക്രീനിൽ അതിന്റെ ഐക്കൺ ഉണ്ടാവും, പവർ BI, അല്ലെങ്കിൽ താഴെ ടാസ്ക് ബാറിൽ ഉണ്ടാവും
ഇല്ലെങ്കിൽ അവിടെ സെർച്ചിൽ പോയിട്ട് പവർ ബി ഐ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എന്താ പേര് കാണിക്കുന്നത് കണ്ടോ? പവർ ബി ഐ ഡെസ്ക്ടോപ്പ്. അതിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്പോണൻസ് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കമ്പോണന്റ് ആണ് പവർ ബി ഐ ഡെസ്ക്ടോപ്പ്. അതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത് ഓൺ ആയിട്ട് വരും. എല്ലാവരുടെ സിസ്റ്റവും മിനിമം 8 GB റാം ഉണ്ടാവും. ക്ലാസ്സിൽ ചോദിക്കാൻ വിട്ടുപോയി. റാം എത്ര 8 GB തന്നെയാണോ? ഓക്കെ. എല്ലാവരും യൂസ് ചെയ്യുന്ന വിൻഡോസിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണോ? ആരും 10 താഴെ ഒന്നും പോകുന്നില്ലല്ലോ. ഓക്കെ. പിന്നെ പ്രോസസർ ഏതാ വരുന്നത്? i5 റേഞ്ച് തന്നെയാണോ? i3 ലേറ്റസ്റ്റ് ജനറേഷൻ ആണോ അല്ല പഴയ ജനറേഷൻ ആണോ? ലേറ്റസ്റ്റ്. പവർ ബി തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് മിനിമം 16 GB റാം ആണ് കേട്ടോ. മിനിമം 16 GB റാം. പിന്നെ വിൻഡോസിന്റെ ലേറ്റസ്റ്റ് വേർഷൻ. അതായത് കുറച്ച് ഹെവി ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ നമ്മളിവിടെ അത്ര ഹെവി ഡാറ്റാസ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് 8 GB പ്രിഫറബിളി ഓക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പ്രോസർ വളരെ പഴയ പ്രോസർ ഒക്കെ ആണെങ്കിൽ മേ ബി സ്ലോ ആകാനുള്ള ചാൻസ് അവിടെ. ചിലപ്പോൾ സിസ്റ്റം ഹീറ്റപ്പ് ആകാം. അത് പഴയ പ്രോസറൊക്കെയാണ്. പുതിയ പ്രോസർ ആണെങ്കിൽ യാതൊരു ഇഷ്യൂവും വരില്ല. i5 ലേറ്റസ്റ്റ് ജനറേഷനോ i7 ലേറ്റസ്റ്റ് ജനറേഷനോ 8 GB അബോവ് റാം ഉണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. സിസ്റ്റത്തിന്റെ സ്പെസിഫിക്കേഷൻ കുറയുന്നതനുസരിച്ചിട്ട് പവർ പെർഫോമൻസും റെഡ്യൂസ് ആവും. ഓക്കെ. പിന്നെ വിൻഡോസ് എപ്പോഴും മാക്സിമം എന്ത് ചെയ്യുക, കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. ഒട്ടുമിക്കത് വരുന്നത് സ്റ്റേബിൾ വേർഷൻ ആയിരിക്കും. അത് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആരും അപ്ഡേറ്റ് ആവും, പവർ ബിയും അവിടെ അപ്ഡേറ്റ് ആവും. ഓക്കെ. പിന്നെ പവർ ബി ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. ഒന്ന് ക്ഷമയോട് കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞു കുറച്ച് ഹെവി ആപ്ലിക്കേഷൻ ആണ്. എന്റെ സിസ്റ്റത്തിൽ പെട്ടെന്ന് ഓപ്പൺ ആയി വരുന്നത് കണ്ടിച്ച് നിങ്ങൾ അതുപോലെ നിൽക്കരുത്. അത് ഓരോ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് മാറിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പവർ ബി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു വിൻഡോ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ട് എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു വിൻഡോ ആയിരിക്കും കാണാൻ പോകുന്നുണ്ടാവും. ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ഇവിടെ എന്ത് ചെയ്തു, എക്സൽ ഓപ്പൺ ചെയ്തു. കണ്ടോ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എക്സൽ നമ്മൾ ആക്ച്വലി എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? വർക്ക് ബുക്ക് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ എന്ത് കാണാം? ബ്ലാങ്ക് വർക്ക് ബുക്ക്. ഇനി ഓൾറെഡി ഇല്ലതിനെ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യും? ഓപ്പൺ പാസ് ചെയ്യും. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? നമ്മളിവിടെ പവർ ബിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? റിപ്പോർട്ട്. അപ്പൊ ഇവിടെ എന്ത് കാണാം? ബ്ലാങ്ക് റിപ്പോർട്ട്. ഇനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് യൂസ് ചെയ്യാം? ഓപ്പൺ. ഇനി ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് വന്നതിൽ അവിടെ സൈൻ ഔട്ട് എന്ന് കാണാൻ പറ്റും, ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ് കാണാൻ പറ്റും, എബോട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് സൈൻ ഇൻ എന്നായിരിക്കും. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത് വെച്ചത് കൊണ്ട് എന്നോട് എന്ത് പറയുന്നത്, ഇവിടെ സൈൻ ഇൻ ചെയ്യാൻ പറ്റുമോ? സൈൻ ഔട്ട്. മുകളിൽ കാണാൻ പറ്റും, എന്റെ പേരുണ്ടാവും. നിങ്ങൾക്കത് പോസിബിൾ അല്ല, നിങ്ങൾക്ക് സർവീസിൽ അക്കൗണ്ട് ഉണ്ടാവില്ല. സർവീസിൽ അക്കൗണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പഠിച്ചാൽ എന്തിന്റെ ആവശ്യമുള്ളൂ? സർവീസിൽ അക്കൗണ്ടിന്റെ ആവശ്യം. അത് അവസാനം ആകുമ്പോൾ പറഞ്ഞുതരാം. നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം? റിപ്പോർട്ട്. അപ്പൊ എന്ത് സെലക്ട് ചെയ്യാം? ബ്ലാങ്ക് റിപ്പോർട്ട്. ആ ബ്ലാങ്ക് റിപ്പോർട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് പവർ ബിയുടെ മെയിൻ യു ഐയിലോട്ട് നമ്മൾ അവിടെ വരും. കണ്ടോ, ഇതാണ് പവർ ബിയുടെ മെയിൻ യൂസർ ഇന്റർഫേസ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ വിഷ്വലൈസേഷൻ പെയിൻ, ഡാറ്റ പെയിൻ എന്നൊക്കെയാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ഇതുപോലെ ബിൽഡ് തന്നെയാണ് വരുന്നത്. വിഷ്വലൈസേഷൻ ഡാറ്റ എന്നൊക്കെയല്ല ഇവിടെ കാണുന്നത്. ഓക്കെ. അത് 2 UI ഉണ്ട് ആക്ച്വലി പവർ ബി ഐക്ക്. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന യൂസർ ഇന്റർഫേസ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത്. ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ ജസ്റ്റ് വേറൊരു പവർ ബിയുടെ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. നിങ്ങളിവിടെ ചെയ്യുന്ന കാര്യമൊന്നും ഫോക്കസ് ചെയ്യണ്ട, ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഒരു യൂസർ ഇന്റർഫേസ് യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞുതരാം. ഇത് കണ്ടു, ഇത് ലേറ്റസ്റ്റ് യൂസർ ഇന്റർഫേസ് ഞാൻ കാണുന്നു. ഇതിലൊരു അഡ്വാൻറ്റേജ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എന്റെ കയ്യിൽ ഈ ഒരു വിഷ്വൽ, നിങ്ങൾ വിഷ്വലൊന്നും ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നത് നന്നായിട്ട് പഠിപ്പിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിനെ പഴയ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നു, പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും കാണുന്ന യൂസർ ഇന്റർഫേസ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ കാണുന്ന യൂസർ ഇന്റർഫേസ്. വിഷ്വലൈസേഷൻ പെയിൻ,
ഡാറ്റ പെയിനൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന നോർമൽ യൂസർ ഇന്റർഫേസ്. പക്ഷെ ഇതിൽ ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ ഈ ഒരു വിഷ്വൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ഈ വിഷ്വലിൽ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ചെയ്യണം. എനിക്ക് ജസ്റ്റ് ഇയർ ഇവിടുന്ന് റിമൂവ് ചെയ്യണം. നമ്മളിപ്പോൾ നോർമൽ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യാം? ഇത് സെലക്ട് ചെയ്യുന്നു, ഡബിൾ ടാപ്പ് ചെയ്യുന്നു, ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് കൊടുക്കുന്നു. അപ്പോൾ വിഷ്വൽ മുഴുവൻ ഡിലീറ്റ് ആയല്ലേ. പക്ഷെ എനിക്ക് ആരെ മാത്രം ഡിലീറ്റ് ചെയ്യണം? ഇയറിനെ മാത്രം. ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിന് പകരം എന്ത് ചെയ്യണം? ഓരോ സെറ്റിംഗ്സിൽ ഇവിടെ പോയിട്ട് ചെയ്യേണ്ടി വരും. ഒരുപാട് ടൈം കൺസംഷൻ പ്രോസസ് ആണ്. അതിന് പകരമാണ് നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ജസ്റ്റ് ഈസിലി കൺവേർട്ട് ചെയ്ത് കാണിച്ചുതരാം. പിന്നെ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമേ പറയുന്നുള്ളൂ. പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ട് അത് യൂസ് ചെയ്യുന്നതിന്റെ റീസൺ കാണിച്ചുതരാം. അപ്പൊ ഞാൻ യൂസർ ഇന്റർഫേസ് അവിടെ അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് ചെയ്തതിനു ശേഷമുള്ള ഡിഫറൻസ് കാണിച്ചുതരാം. കണ്ടോ? ഇന്റർഫേസ് മാറി, ചെറിയൊരു അപ്ഡേഷൻ വന്നു. ഇപ്പൊ എനിക്ക് ഈ വിഷ്വൽ ഒരു അപ്ഡേഷൻ ചെയ്യണം. എന്ത് ചെയ്യുന്നു? വിഷ്വലിന് മുകളിൽ ഡബിൾ ടാപ്പ് ചെയ്യുന്നുണ്ടോ? ഇനി ഇയറിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇയർ സെലക്ട് ചെയ്യുക, ഡിലീറ്റ്. കണ്ടോ? അപ്പൊ ഏതാ കുറച്ചുകൂടെ സിമ്പിൾ? ഈ ഒരു യൂസർ ഇന്റർഫേസ് ആയിരിക്കും കുറച്ചുകൂടെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലോട്ട് എങ്ങനെ വരാമെന്ന് കാണിച്ചു തരാം. അത് ഓൾറെഡി നിങ്ങളുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. പക്ഷേ സെറ്റിംഗ്സിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഓരോ അപ്ഡേഷൻസ് പവർ ബി ഐ കൊണ്ടുവരുന്ന സമയത്ത് അത് ആവശ്യമുള്ളതാണെങ്കിൽ ഡയറക്റ്റ്ലി ഉണ്ടാവും. ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ഓരോ ആൾക്കാർക്ക് ആവശ്യമുള്ളപ്പോഴും മാത്രം യൂസ് ചെയ്യാനായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അത് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് പോയിട്ട് ഓൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ ഒരു സെറ്റിംഗ്സ് ആണ് ഇത്. ഇതിന്റെ പേരാണ് ഓൺ ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ. ഒരു ഒബ്ജക്റ്റിന് മുകളിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റിന് മുകളിൽ ഡബിൾ ടാപ്പ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മൊത്തം സെറ്റിംഗ്സിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ പിന്നീട് വിഷ്വൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. അപ്പം ഈ ഒരു യൂസർ ഇന്റർഫേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ജസ്റ്റ് ഫയൽ ടാബിലോട്ട് വരിക. നേരെ താഴെ ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, ഓപ്ഷൻസും ഡാറ്റ സോഴ്സ് സെറ്റിംഗ്സ്. അതിനെന്ത് സെലക്ട് ചെയ്യാം? ഓപ്ഷൻസ്. അപ്പോൾ ഒരു വിൻഡോ നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആയിട്ട് വരും. നേരെ ഫയൽ ടാബിലോട്ട് പോവാം. ഫയൽ ടാബിൽ ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ്, അതിലെന്ത് സെലക്ട് ചെയ്യുക? ഓപ്ഷൻസ്. അപ്പൊ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് വന്നു. ഓൺലൈൻ എല്ലാവർക്കും ഇത്രയും ചെയ്തു കഴിഞ്ഞോ? സാർ ചെയ്തു. ബാക്കിയുള്ളവരോ? ഓക്കെ. അതിനുശേഷം അവിടെ ലെഫ്റ്റ് സൈഡിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു മെയിൻ ഏരിയ കാണാൻ പറ്റും. അതിൽ താഴത്തോട്ട് വരുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അതിൽ പ്രിവ്യൂ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. പ്രിവ്യൂ ഫീച്ചേഴ്സ് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൺ ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ കാണാൻ പറ്റും. ഓൺ ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ. അത് ജസ്റ്റ് അവിടെ നിന്ന് ടിക്ക് ചെയ്തു. ടിക്ക് ചെയ്തെല്ലാവരും ഓക്കെ. പോയിട്ട് ഓക്കെ കൊടുക്കരുത്, ഒരു സെറ്റിംഗ്സ് കൂടെ ചേഞ്ച് ചെയ്യാനുണ്ട്. അതിനുശേഷം ഏറ്റവും ടോപ്പിലോട്ട് വരുമ്പോൾ സെക്കൻഡ് വൺ ആയിട്ട് ഒരു ഷേപ്പ് മാപ്പ് വിഷ്വൽ കാണാൻ പറ്റും. അതുകൂടെ ടിക്ക് ചെയ്ത് വെക്കുക. ഇതൊക്കെ എന്തിനാണ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓരോന്ന് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ജസ്റ്റ് അത്ര മാത്രം ചെയ്താൽ മതി. ഇനി താഴത്തോട്ട് വരുമ്പോൾ ന്യൂ കാർഡ് വിഷ്വൽ, ബട്ടൺ സ്ലൈസർ, ലിസ്റ്റ് സ്ലൈസർ, ടെക്സ്റ്റ് സ്ലൈസർ ഒക്കെ ഉണ്ടാവും. അതൊക്കെ സെലക്ട് ആണ് എല്ലാവരുടെയും. ന്യൂ കാർഡ് വിഷ്വൽ, ബട്ടൺ സ്ലൈസർ, ലിസ്റ്റ് സ്ലൈസർ, ടെക്സ്റ്റ് സ്ലൈസർ, ഇതൊക്കെ ജസ്റ്റ് അവിടുന്ന് സെലക്ട് ചെയ്ത് വെക്കുക. സെലക്ട് അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. ഓൺ ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ, ഷേപ്പ് മാപ്പ് വിഷ്വൽ, ന്യൂ കാർഡ് വിഷ്വൽ, ബട്ടൺ സ്ലൈസർ, ലിസ്റ്റ് സ്ലൈസർ, ടെക്സ്റ്റ് സ്ലൈസർ, ഇത്രയും കാര്യങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എല്ലാവരും ഇത്രയും സെലക്ട് ചെയ്തോ? ഓൺലൈൻ എല്ലാവരും ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞോ? യെസ് സർ. ഓക്കെ. ഇതിൽ ഓരോന്നും എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നുള്ളത് ഓരോ ടോപ്പിക് എത്തുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് സെലക്ഷൻ ചെയ്ത് പോയാൽ മതി കേട്ടോ. ഓക്കെ. അതിനുശേഷം പ്രിവ്യൂ ഫീച്ചേഴ്സിന്റെ ആ ഏരിയയിൽ വരുമ്പോൾ മുകളിലോട്ട് വരുമ്പോൾ സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. പ്രിവ്യൂ ഫീച്ചേഴ്സിന്റെ ആ ഏരിയയിൽ
മുകളിലോട്ട് വരുമ്പോൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സെക്യൂരിറ്റി ഓക്കെ കൊടുക്കരുത്. ഇത് ഒരു സെറ്റിങ്സ് കൂടെ ചേഞ്ച് ചെയ്യാനുണ്ട്, അതിനുശേഷം ഓക്കെ കൊടുത്താൽ മതി. സെക്യൂരിറ്റിയിലെ ഓപ്ഷൻ കണ്ടോ? സെക്യൂരിറ്റി സെലക്ട് ചെയ്യാം. സെക്യൂരിറ്റി സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യാം. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ അവിടെ മാപ്പ് ആൻഡ് ഫിൽഡ് മാപ്പ് വിഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ കാണാൻ പറ്റും. മാപ്പ് ആൻഡ് ഫിൽഡ് മാപ്പ് വിഷൻ, അതും എല്ലാവരും കൺടിക്ക് ആയിരിക്കും. അതും ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യും. മാപ്പ് ആൻഡ് ഫിൽഡ് മാപ്പ് വിഷൻ. എല്ലാവരും ഇത്രയും സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞോ? ഹലോ സാർ. പറഞ്ഞോളൂ. എന്റെ പവർ ബി ഓപ്പൺ ആവുന്നില്ല. ഓപ്പൺ ആകുന്നില്ലേ? ഇല്ല എന്ത് ഇല്ല. കാണിക്കുന്നത്? ഇത് ദ സ്പെസിഫൈഡ് യൂസർ ഡസ് നോട്ട് ഹാവ് എ വാലിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടൊരു എറർ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ. ആ ഓക്കെ, ബാക്കിയുള്ളവർ ഇത്രയും ചെയ്ത് കഴിഞ്ഞോ? യെസ് സാർ, ചെയ്തു. ചെയ്ത് കഴിഞ്ഞവർ ഇനി താഴെ പോയിട്ട് എന്ത് പാസ് ചെയ്യുക? ഓക്കെ പാസ് ചെയ്യുക. ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങളോട് പറയും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. റീസ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? പവർ ബി റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. സിസ്റ്റം പോയിട്ട് റീസ്റ്റാർട്ട് ചെയ്യരുത്. പവർ ബി ജസ്റ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടെ പവർ ബി ഓപ്പൺ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ യൂസർ ഇന്റർഫേസ് മൊത്തം മാറി വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൺലൈൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്, ഇത്രയും ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. എല്ലാവരുടെയും മാറിപ്പം എന്റേതുപോലെ തന്നെ ആയോ സെറ്റിങ്സ്? അനന്തുവിന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അനന്തു, ഇപ്പൊ ചെയ്തു. ഷെയർ ചെയ്ത്. ഓൺലൈൻ ബാക്കി രണ്ടുപേര് ചെയ്യുന്നുണ്ട്, ജൂബിൻ, രമ്യ. ആർക്കെങ്കിലും എക്സൽ യൂസ് ചെയ്യാൻ അറിയോ? പറ്റുവാണെങ്കിൽ എക്സൽ പഠിക്കുക കേട്ടോ. എപ്പോഴൊരു നല്ലതായിരിക്കും. എപ്പോഴൊരു ആഡഡ് അഡ്വാൻറ്റേജ് കൂടി. അത് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇഷ്യൂ ഉണ്ടാവും. അത് ചിലപ്പോൾ പവർ സ്റ്റോർ കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഞാൻ ആ സെറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു ബ്രൗസറിലോട്ട് പോയ അനന്തു, ജസ്റ്റ് സെർച്ച് ചെയ്യും പവർ ബി ഡൗൺലോഡ്. സെക്കൻഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യും. സ്ക്രോൾ ഡൗൺ അത് സെലക്ട് ചെയ്യില്ല, സ്ക്രോൾ ഡൗൺ. അവിടെ പവർ ബി ഡെസ്ക്ടോപ്പിന് താഴെ അഡ്വാൻസ്ഡ് ഡൗൺലോഡ് ഓപ്ഷൻ കണ്ടോ? അത് സെലക്ട് ചെയ്യും. അവിടെ ഡൗൺലോഡ് സെലക്ട് ചെയ്യാം. ഡൗൺലോഡ് ഫയൽ ഡൗൺലോഡ്. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി കേട്ടോ. സെറ്റ് ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്, കുറച്ച് സൈസ് ഉണ്ടാവും. അതിനുശേഷം ചെയ്താൽ മതി. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തോ. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഒന്ന് ഇൻഫോം ചെയ്യട്ടോ എന്തോ. ഓക്കെ, ഇപ്പൊ എല്ലാവരും പവർ ബി ഓപ്പൺ ചെയ്തോ? ഈ ഒരു ഇന്റർഫേസിലോട്ട് വന്നോ? ഓക്കെ, അപ്പോൾ ഇതാണ് പവർ ബിയുടെ ബേസിക് യൂസർ ഇന്റർഫേസ്. ഇത് കണ്ടിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വല്ലതും ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല എവിടെയെങ്കിലും കണ്ട് പരിചയപ്പെട്ട എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾ എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സലിൽ ആയിട്ട് കുറെ സിമിലാരിറ്റി കാണാൻ പറ്റും. ഇത് വൈറ്റ് തീമും ഇത് ലൈറ്റ് തീമും ആയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഹോം കാണാം, ഇവിടെ ഹോം കാണാം. കണ്ടോ, ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്, ഇവിടെ സെയിം ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ് കാണാൻ പറ്റും. അതാണ് പറഞ്ഞത്, എക്സലൊക്കെ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പവർ ബി ആക്ച്വലി കുറച്ച് സിമ്പിൾ ആയിരിക്കും.
എല്ലാവരും കേൾക്കുന്നതാണ് പവർ ബി സിമ്പിൾ ടൂൾ എന്നല്ലേ. ആക്ച്വലി ആർക്കായിരിക്കും പവർ ബി സിമ്പിൾ? ആർക്കായിരിക്കും? പിന്നെ നിങ്ങൾ അടുത്ത കേട്ട ഒരു ടേം ആയിരിക്കും പൈത്തൺ വളരെ സിമ്പിൾ ആണ്. ഈ പൈത്തൺ ആക്ച്വലി ആർക്കായിരിക്കും സിമ്പിൾ? ഞാനും പണ്ട് ഈ ഫീൽഡിലോട്ട് വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പൈത്തൺ വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് പഠിക്കും. പക്ഷെ എനിക്ക് അത്ര സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടില്ല. സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരുപാട് പേരുണ്ട്. ആരായിരിക്കും പറയാം? CS ബാക്ക്ഗ്രൗണ്ട്, IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പൈത്തൺ വളരെ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും. എന്തുകൊണ്ടാ? അവര് സിയും ജാവയൊക്കെ പഠിച്ചു വരുന്നവർക്ക് അതിന്റെ സിന്റാക്സ് ഒക്കെ കാണുമ്പോൾ പൈത്തൺ സിന്റാക്സ് പറയുമ്പോൾ എന്താ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലേ. പൈത്തൺ വെച്ചിട്ട് ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാനും സി ആണെങ്കിലോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് അറിയുന്നവർക്ക് പൈത്തൺ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിരിക്കും. അങ്ങനെയാണ് അതിനെ സിമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പവർ ബി ഐ. ഇപ്പം എക്സൽ നല്ല രീതിയിൽ ഡാറ്റ അനാലിസ് ചെയ്യുന്ന ഒരാൾക്ക് അവിടുന്ന് പവർ ബിയുടെ കൺസെപ്റ്റ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ SQL കൺസെപ്റ്റ് നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് പവർ ബി മാച്ച് സിമ്പിൾ ആയിരിക്കും. ഇനി അതല്ല ടാബ്ലോ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് പവർ ബി കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിരിക്കും. പക്ഷെ ആസ് എ ഫ്രഷർ അത്ര സിമ്പിൾ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ബാക്കി എല്ലാ ടൂളും നിങ്ങൾ ടാബ്ലോ ഒരു ഫ്രഷർ പഠിക്കാൻ പോകുന്നതും പവർ ബി ഒരു ഫ്രഷർ പഠിക്കാൻ പോകുന്നതും കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ ആരായിരിക്കും? പവർ ബി ആയിരിക്കും. അങ്ങനെയാണ് സിമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ അത്ര സിമ്പിൾ അല്ല. നിങ്ങൾ ആ രീതിയിൽ മാത്രം കാര്യങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്താവും കുറച്ചുകൂടെ സീരിയസ്നെസ് വരും. അത് സിമ്പിൾ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ ഇത് സിമ്പിൾ അല്ലേ, എനിക്ക് ക്ലാസ്സിലൊന്നും ആവശ്യമുള്ള രീതിയിൽ ഒരുപാട് പേര് അതിനെ ഒഴിവാക്കുന്ന കാണാറുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറയാം, നിങ്ങൾ ബാക്കിയെല്ലാ ടെക്നോളജി പഠിച്ചു വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് പവർ ബി. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതിൽ എനിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയത് പവർ ബി ആണ്. പക്ഷെ പവർ ബിയിൽ വേണ്ട ഒരു കാര്യമുണ്ട്, ഡാറ്റ അനലറ്റിക്സിൽ വേണ്ട ഒരു കാര്യമുണ്ട്. ടെക്നിക്കൽ സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതിന്റെ കൂടെ ഒരാൾ കൂടെ വേണം. ആരാന്നറിയാമോ? അതാണ് ലോജിക്കൽ സ്കിൽ. എന്താണ് ലോജിക്കൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലോജിക് സ്കിൽ തന്നെയല്ലേ? ആണ് ദ വേ യു തിങ്ക്. അതായത് ഇവിടത്തോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റൂട്ട് ഉണ്ടാവും. അതിലേതാണ് കറക്റ്റ് റൂട്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ട് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റും. അത് ലോജിക്ക് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ലോജിക്ക് വേണം. ആ ലോജിക്ക് എങ്ങനെ കിട്ടുക? ഈ ഒരു നാട്ടില് അറിയാത്ത ആൾക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് എന്ത് പറയാൻ പറ്റും? ഇതാണ് ഏറ്റവും ബെസ്റ്റ് റൂട്ട് എന്ന് പറയാൻ പറ്റും. അവർക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റി? അവരെപ്പോഴും ചെയ്ത് അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അവരുടെ. ഇപ്പൊ ലോജിക്കൽ സ്കില്ല് കിട്ടുന്ന എന്ത് ചെയ്യണം? ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അതൊരിക്കലും എനിക്കെന്നല്ല ഒരു ട്രെയിനർക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ലോജിക്കൽ സ്കില്ല് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡാറ്റ അനലറ്റിക്സിൽ. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈന്റ് ഒരു പ്രോബ്ലം പറയുമ്പോൾ അല്ലെങ്കിൽ റിക്വയർമെന്റ് പറയുമ്പോൾ ആ റിക്വയർമെന്റ് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യാം, അവിടെയാണ് നിങ്ങളുടെ ലോജിക്കൽ സ്കില്ല് വരുന്നത്. ആ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈത്തൺ വെച്ചിട്ട് സോൾവ് ചെയ്യാം, പവർ ബി വെച്ച് സോൾവ് ചെയ്യാം, പിന്നെ ആർ ലാംഗ്വേജ് അറിയാമെങ്കിൽ അത് വെച്ച് സോൾവ് ചെയ്യാം, പവർ ബി ആണെങ്കിൽ പവർ ബി വെച്ച് സോൾവ് ചെയ്യാം, ടാബ്ലോ ആണെങ്കിൽ എന്ത് ചെയ്യാം? ടാബ്ലോ വെച്ചിട്ട് സോൾവ് ചെയ്യാം. പക്ഷെ എന്ത് കിട്ടണം? ഫസ്റ്റ് ലോജിക്ക് കിട്ടണം. ലോജിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എല്ലാ ടെക്നോളജി അറിയാമെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാര്യമില്ല. ആണ് എപ്പോഴും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് ലോജിക്. പണ്ട് ഇവിടുന്ന് ഒരു കുട്ടി ഇന്റർവ്യൂവിന് പോയപ്പോൾ ആളോട് കമ്പനി ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്താണെന്ന് അറിയോ? ബേസിക്സ് SQL ബേസിക് പവർ ബി, ബാക്കി മൊത്തം പണ്ടത്തെ മാത്സിലെ ബേസിക് ക്വസ്റ്റ്യൻസ്, അതായത് പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻ പോലുള്ള ക്വസ്റ്റ്യൻസ്. ആൾ ഇന്റർവ്യൂ ആയിട്ട് HR ചോദിച്ചു എന്തുകൊണ്ട് എങ്ങനെ ചോദിച്ചു. ഞാൻ ആള് MSc മാത്സ് ആയിരുന്നു, MSc മാത്സ് പഠിച്ചിട്ടുണ്ട്. അല്ലാന്ന് പറഞ്ഞു. നമുക്ക് ലോജിക്കൽ ഒരാളെ മതി, ലോജിക് ഉണ്ടെങ്കിൽ ടെക്നിക്കൽ നോളജ് നമുക്ക് എന്ത് ചെയ്യാം? പഠിപ്പിച്ചു കൊടുക്കാം. ലോജിക്ക് ഇല്ലാത്ത ഒരാൾക്ക് അത് പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നായിരുന്നു പറഞ്ഞത്. ലോജിക്കൽ സ്കില്ലിന് അത്ര ഇമ്പോർട്ടൻസ് ഏരിയയാണ് ഡാറ്റ സയൻസ്. ഡാറ്റ സയൻസ് അല്ല, IT ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോജിക്കൽ സ്കിൽ. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളെല്ലാവരും SQL പഠിച്ചിട്ടില്ലേ? SQL നിങ്ങൾ ഗ്രൂപ്പ് ബൈ പഠിച്ചിട്ടുണ്ടാവും.
പഠിച്ചിട്ടില്ല ഗ്രൂപ്പ് ബൈ. ലിമിറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. എന്തിനാ ആക്ച്വലി ഗ്രൂപ്പ് ബൈ ചെയ്യുന്നത്? കോളത്തിന് ബേസ് ചെയ്ത് അത് ഗ്രൂപ്പിങ്ങിന്റെ ഡെഫിനിഷൻ. ഞാൻ എന്തിനാണ് ഗ്രൂപ്പ് ബൈ ചെയ്യുന്നത് ചോദിച്ചു. എന്തിനാണ് ചെയ്യുന്നത്? റിക്വയർമെന്റ് പറയാണ്. ഇതാണ് റിക്വയർമെന്റ്. ഫൈൻ ഹയസ്റ്റ് പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് മീൻസ് എന്താണ്? ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ എങ്ങനെ ചെയ്യും? അല്ലെങ്കിൽ ഇത് വേണ്ട, പ്രോഫിറ്റബിൾ വേണ്ട, ഹയസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് നോക്കാം. ആള് പറയുന്നത് ആളുടെ കയ്യിൽ ഒരു ടേബിളും ഉണ്ട്. ടേബിളില് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, ഡേറ്റ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, ക്വാണ്ടിറ്റിയും. അപ്പം എ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് എക്സ് എന്ന് പറഞ്ഞൊരു ഡേറ്റിൽ 5 ക്വാണ്ടിറ്റി പോയി. ബി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് സെയിം എക്സ് എന്ന് പറഞ്ഞ ഡേറ്റിൽ തന്നെ 10 പോയി. സി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വൈ എന്ന് പറഞ്ഞ ഡേറ്റിൽ വീണ്ടും ഒരു 10. സോറി, സി അല്ല, എ തന്നെ ആയിക്കോട്ടെ. ആ സെയിം പ്രൊഡക്റ്റ് ഓരോ ഡേറ്റിലും വിൽക്കാമല്ലോ. വീണ്ടും എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അടുത്ത് സെഡ് എന്ന് പറഞ്ഞ ഡേറ്റിൽ ഒരു 20 ക്വാണ്ടിറ്റി പോയി. അതുപോലെ ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും അതേ ഡേറ്റിൽ സെഡ് എന്ന് പറഞ്ഞ ഡേറ്റിൽ 10 ക്വാണ്ടിറ്റി പോയി. ഇതിൽ നിന്ന് അവർ കണ്ടുപിടിച്ചു കൊടുക്കണം ഏത് പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. പ്രൊഡക്ട്സിനെല്ലാം എന്ത് ചെയ്യേണ്ടി വരും? ഈ പ്രൊഡക്റ്റിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ക്വാണ്ടിറ്റിയുടെ കൗണ്ട്. ക്വാണ്ടിറ്റിയുടെ കൗണ്ട് അല്ല, സം. അത് എന്താവണം? എ എടുത്തു കഴിഞ്ഞാൽ ഈ എനെ ഗ്രൂപ്പ് ചെയ്യും. എ അപ്പൊ എത്രയായി? 5 + 10 + 20 എത്രയായി? 35. ബിനെ എടുക്കും ഗ്രൂപ്പ് ചെയ്യും. ബി എത്രയായി? 10 എത്ര കിട്ടി? 20. അപ്പൊ ഗ്രൂപ്പ് ചെയ്ത് കിട്ടി. ഗ്രൂപ്പ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക എ 35, ബി 20 എന്ന് കിട്ടും. 2 കോളും ഉണ്ടാവും. ഇത് പ്രൊഡക്റ്റ് എന്നായിരിക്കും. ഇനി അടുത്തെന്ത് ചെയ്യേണ്ടി വരും? ആറ് ഡിസെൻഡിങ്ങുകൾ സോർട്ട് ചെയ്യേണ്ടി വരും. ഗ്രൂപ്പ് ചെയ്ത ഔട്ട്പുട്ടിലെ ആ അഗ്രിഗേഷന്റെ വാല്യൂവിനെ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യേണ്ടി വരും. എന്നിട്ടോ അതിൽ ഫസ്റ്റ് റോനെ മാത്രം പുറത്തെടുക്കണം. അതിനാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? കണ്ടോ? ഇതേ കൺസെപ്റ്റിനെ പവർ ബിയിൽ യൂസ് ചെയ്യാനുണ്ട്. ഇത് തന്നെ നിങ്ങൾക്ക് പാണ്ടാസിൽ യൂസ് ചെയ്യാം, പൈത്തൺ വെച്ചിട്ട്. ഇനി ആറ് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോഴും ബേസിക് കൺസെപ്റ്റ് എന്തായിരിക്കും? ഇത് തന്നെ, വേറെ ഒന്നുമല്ല. നിങ്ങൾ വേറെ ഏത് ലാംഗ്വേജും വേറെ ഏത് ടെക്നോളജി എടുത്തോ ബേസിക് കൺസെപ്റ്റ് ഇതായിരിക്കും. ഇത് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അതിനെ ഗ്രൂപ്പ് ചെയ്യേണ്ടി വരും. ഗ്രൂപ്പ് ചെയ്തതിനു ശേഷം എന്തിനെ ബേസ് ചെയ്തിട്ടാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ ഡിസെൻഡിങ് ഓർഡറിലോ അസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്യേണ്ടി വരും. എത്ര ആൾക്കാരാണ് ആവശ്യം, എത്ര ആൾക്കാരെ ലിമിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ ബി ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏതൊക്കെ ഫംഗ്ഷൻസ് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് ഈസിലി കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചൂടെ? എല്ലാ ഫംഗ്ഷനും എല്ലാവർക്കും പഠിക്കാൻ ഓർമ്മയിൽ ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. പക്ഷെ ലോജിക് കിട്ടിയാൽ എന്ത് ചെയ്യാം? സെർച്ചിങ് കുറച്ചുകൂടെ സിമ്പിൾ ആക്കാം. ഗ്രൂപ്പ് ബൈ ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാണെന്ന് ചെക്ക് ചെയ്യാം. ലിമിറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാണെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. അത് SQL ആയാലും പവർ ബി ആയാലും എന്തായാലും. അപ്പോൾ ഈ ഒരു വഴിയാണ് ഫസ്റ്റ് കിട്ടേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ റോഡാണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആണ് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയും. ക്ലിയർ ആയോ? ഇത് തന്നെയല്ലേ SQL പഠിച്ചത്. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലിമിറ്റും ഗ്രൂപ്പ് ബൈ ഫിൽറ്ററും സോർട്ട് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇതാണ് അതിന്റെ റിയൽ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇതായിരിക്കും ചിലപ്പോൾ ക്ലയന്റ് അടുത്ത് വലിയ ഡാറ്റ ഉണ്ടാവും, അവർക്ക് അത് എക്സൽ ഓപ്പൺ ചെയ്ത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് ഈ 2 ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതായി കറക്റ്റായി എന്ന് പറഞ്ഞ പേര് നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഇതിന്റെ കൂടെ ഒരു ഏരിയ കൂടി യൂസ് ചെയ്യാനുണ്ട്. ഇപ്പം പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല, പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ. ഇത് ഈ ഒരു ലോജിക്കാണ് നിങ്ങൾ ഫസ്റ്റ് എപ്പോഴും പഠിച്ചു വെക്കുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ അവർക്കും? ഓൺലൈനിൽ ക്ലിയർ ആണ് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത്? ഓക്കെ. അത് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇപ്പം ഫ്രഷർ അല്ല. നിങ്ങളെല്ലാവരും 2-3 മാസം ട്രെയിൻഡ്
എന്നുള്ള രൂപത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. ഓക്കെ. ഞാൻ നിങ്ങളെ കാണുന്നത് അങ്ങനെയാണ്, ആരും ഫ്രഷർ അല്ല. ഒരു വെബിനാറിൽ വന്നിട്ട് എത്ര മാസമായി? 3 month കംപ്ലീറ്റ് ആയി, 4 month കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾ 4 മാസം ട്രെയിൻഡ് ആയിരിക്കുന്ന ഒരു ഡാറ്റ അനലിസ്റ്റ് എന്നുള്ള രൂപത്തിലാണ് നിങ്ങളെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താവണം, ആ രൂപത്തിലോട്ട് മാറാൻ മാക്സിമം ട്രൈ ചെയ്യുക. പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ മാറാം. അങ്ങനെയല്ല, ഞാൻ നിങ്ങളെ ബിഗിനർ ആയിട്ട് കാണാം, പ്രശ്നം തീർന്നില്ല. ഓക്കെ. അതിന്റെ വ്യൂ പോയിന്റ് മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചു, ഞാൻ മാറാന്നല്ല, ഞാൻ നിങ്ങളെ കാണുന്ന വ്യൂ പോയിന്റ് മാറ്റാം. അപ്പോൾ ഇവിടെ പവർ ബിയുടെ യൂസർ ഇന്റർഫേസിലോട്ട് വരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഫയൽ, ഹോം, ഇൻസേർട്ട്, മോഡലിംഗ്, വ്യൂ എന്നൊക്കെ കാണാൻ പറ്റും. ഇതിനെ വിളിക്കുന്ന പേരാണ് ടാബ്സ്. ഫയൽ ടാബ്, ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, മോഡലിംഗ്, വ്യൂ, ഒപ്റ്റിമൈസ്, ഹെൽപ്പ്. ആ ടേംസ് എപ്പോഴും പഠിച്ചു പോകണം കേട്ടോ. ഇപ്പൊ നിങ്ങളൊരു കമ്പനിയിൽ കയറുമ്പോൾ അവിടെ പ്രൊഫഷണൽ സംസാരിക്കുന്നത് ഈ ഒരു ടാബിലോട്ട് പോകുന്നൊക്കെ ആയിരിക്കും അവർ പറയുക. ടാബ് എന്താണെന്ന് അറിയുന്നതായിരിക്കും, ഇത് എന്താണെന്ന രീതിയിൽ ഇങ്ങനെ മാനം നോക്കിയിരിക്കേണ്ടവരല്ലേ. അതിന് പകരം ഇതാണ് ടാബ് എന്ന് പറഞ്ഞാൽ ഫയൽ ടാബ്, ഹോം ടാബ്, ഇൻസേർട്ട്, മോഡലിംഗ്, വ്യൂ, ഒപ്റ്റിമൈസ്, ഹെൽപ്പ്. ഓരോ ടാബിൽ വന്നു കഴിഞ്ഞാലും അതിന്റെ താഴെ ഒരുപാട് പേര് കാണാൻ പറ്റും. ക്ലിപ്പ് ബോർഡ്, ഡാറ്റ, ക്വറി, ഇൻസേർട്ട്, കാൽക്കുലേഷൻ കാണാം. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. ഫസ്റ്റ് ടാബ് ഉണ്ടാവും, ഒരു ടാബിൻ്റെ അണ്ടറിൽ നിന്നുണ്ടാവും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇനി ഓരോ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിന് ഓപ്ഷൻസ് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വിളിക്കുന്ന ഒരു ടേമാണ് റിബൺസ്. റിബൺസ്. അപ്പോൾ ഫസ്റ്റ് ടാബ്, ടാബിന്റെ താഴെ ഗ്രൂപ്പ്, ഗ്രൂപ്പിന്റെ അകത്തായിരിക്കും ഉണ്ടാവുക റിബൺസ് ഉണ്ടാവുക. ഇപ്പൊ ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിനകത്തുള്ള റിബൺസ് ആണ് പേസ്റ്റ്, കട്ട്, കോപ്പി, ഫോർമാറ്റ്, പെയിന്റർ. ഡാറ്റ ഗ്രൂപ്പിനകത്തുള്ള റിബൺസ് ആണ് ഗെറ്റ് ഡാറ്റ, എക്സൽ വർക്ക് ബുക്ക്, വൺ ലൈക്ക് കാറ്റലോഗ്, അതൊക്കെ. കൊറീസ് എന്ന് പറഞ്ഞ ടാബ് ഗ്രൂപ്പിന്റെ അകത്തുള്ള റിബൺസ് ആണ് ട്രാൻസ്ഫോം ഡാറ്റ, റീഫ്രഷ്. അപ്പോൾ എപ്പോഴും ഏറ്റവും ടോപ്പിലുള്ളത് ടാബ് ആയിരിക്കും, ടാബിന്റെ താഴെ ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള കാര്യങ്ങളാണ് റിബൺസ്. ഇപ്പൊ നിങ്ങളോട് അവർ പറയുന്നത് ഈ ഗ്രൂപ്പിൽ പോയിട്ട് ആ റിബൺ സെലക്ട് ചെയ്യുന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ഗ്രൂപ്പ്, എന്താണ് റിബൺ എന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താവും, ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും. അതുകൊണ്ട് ആ ഒരു ടേംസ് എപ്പോഴും ഓർത്തു പോകും. അതാണ് ഏറ്റവും ടോപ്പിൽ വരുന്ന കാര്യം. ഇനി നിങ്ങൾ ഏത് വേർഷൻ ഓഫ് പവർ ബി ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണം. ഓരോ മാസം അല്ലെങ്കിൽ ഓരോ 3 മാസം കഴിയുന്തോറും പവർ ബി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഏത് വേർഷനാണ് യൂസ് ചെയ്യുന്നത് അറിയണമെങ്കിൽ നേരെ ഹെൽപ്പ് ടാബിലോട്ട് വരിക. ഹെൽപ്പ് ടാബ്, എല്ലാവരും ഹെൽപ്പ് ടാബ് സെലക്ട് ചെയ്തോ. അതിൽ ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും, ഇൻഫോ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അതിൻ്റെ അകത്തൊരു ഗ്രൂപ്പ് കാണാൻ പറ്റും, എബൌട്ട്. എബൌട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വേർഷനാണ് യൂസ് ചെയ്യുന്നത് കാണാം. അവിടെ വേർഷൻ കൊടുത്തിട്ടുണ്ടാവും, അത് കണ്ടോ. എൻ്റെ ഏതാ വേർഷൻ? August 2025. ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവരുടെയും വേർഷൻ ഓഗസ്റ്റ് തന്നെയായിരിക്കും. ഇയാളുടെ എന്താ ജൂലൈ. മാക്സിമം ലേറ്റസ്റ്റ് വേർഷൻ, അതായത് തൊട്ട് മുമ്പിലുള്ള വേർഷൻ, അതെപ്പോഴും യൂസ് ചെയ്യുക. ഒരുപാട് മാസം പുറകിലുള്ള വേർഷൻ യൂസ് ചെയ്യരുത്. റീസൺ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ലേറ്റസ്റ്റ് വേർഷനിൽ ചിലപ്പോൾ കുറെ പുതിയ വിഷ്വൽസ് ഉണ്ടാവും, ചിലപ്പോൾ പഴയ വേർഷൻ ഉണ്ടാവില്ല. അപ്പൊ കോമ്പാക്ടിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ എപ്പോഴും നിങ്ങൾ ലേറ്റസ്റ്റ് വേർഷൻ മാക്സിമം യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു 4-5 ഐക്കൺസ് കാണാൻ പറ്റും. എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ? അതിൽ ഫസ്റ്റ് ഐക്കണിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? റിപ്പോർട്ട് വ്യൂ. സെക്കൻഡ് മുകളിൽ വെച്ചാൽ ടേബിൾ വ്യൂ. തേർഡ് മോഡൽ വ്യൂ. ഇപ്പൊ ഈ 3 ഫോക്കസ് ചെയ്താൽ മതി. ബാക്കി 2 ഇപ്പൊ വിട്ടേക്ക് പിന്നീട് പറഞ്ഞുതരാം. ഈ 3 വിളിക്കുന്ന പേരാണ് പവർ ബിയിലെ 3 വ്യൂസ്. പവർ ബിയിലെ മെയിൻ 3 വ്യൂസ്: റിപ്പോർട്ട് വ്യൂ, ടേബിൾ വ്യൂ. എന്തായിരിക്കും റിപ്പോർട്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് റിപ്പോർട്ട് വ്യൂ? റിപ്പോർട്ടിനെ വ്യൂ ചെയ്യുക, ടേബിളിനെ വ്യൂ ചെയ്യുക. മോഡൽ വ്യൂ എന്തായിരിക്കും? മോഡലിനെ വ്യൂ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ബേസിക് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് പവർ ബി സിമ്പിൾ എന്ന് പറയാനുള്ളത്. ആ പേര് തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞാൽ ഡെഫിനേഷനായി. റിപ്പോർട്ട് എന്തായിരിക്കും? പവർ ബി നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? പവർ ബി നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ടിനെ കാണാനുമായിരിക്കും നമ്മൾ ആര് യൂസ് ചെയ്യുക? റിപ്പോർട്ട് യൂസ് ചെയ്യുക. റിപ്പോർട്ടിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ഒരുപാട് വിഷ്വൽസ് ആയിരിക്കും ഉണ്ടാവുക, മൾട്ടിപ്പിൾ വിഷ്വൽസ്. അപ്പൊ ഈ വിഷ്വൽസ് കാണാൻ നമ്മൾ ഏത് വ്യൂ ആയിരിക്കും യൂസ് ചെയ്യുക?
റിപ്പോർട്ട് വ്യൂ തന്നെയായിരിക്കും യൂസ് ചെയ്യുക. ഇനി എൻ്റെ യൂസർ, ഇപ്പൊ നമ്മളെന്താണ് പവർ ബി ഡെവലപ്പർ ആയിരിക്കും, എൻ്റെ യൂസർ എന്താ കാണാൻ പോകുന്നുണ്ടാവുക, റിപ്പോർട്ട് ആയിരിക്കും കാണാൻ പോകുന്നുണ്ടാവും. ഇപ്പൊ എൻ്റെ യൂസറും മാക്സിമം യൂസ് ചെയ്യുന്ന വ്യൂ ഏതായിരിക്കും, റിപ്പോർട്ട് വ്യൂ ആയിരിക്കും. ഇപ്പൊ എന്താണ് റിപ്പോർട്ട് എന്നുള്ള ഐഡിയ കിട്ടിയോ? നമുക്ക് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ഏത് വ്യൂവിൽ തന്നെ ഉണ്ടാവണം, റിപ്പോർട്ട് വ്യൂയുടെ അകത്ത് തന്നെ ഉണ്ടാവും. അത് വിഷ്വൽസ് വെച്ചിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യുക, റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന വ്യൂ ആണ് ആര്, റിപ്പോർട്ട് വ്യൂ. അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത വിഷ്വലിനെ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വ്യൂ ആണ് റിപ്പോർട്ട് വ്യൂ. ഇനി നെക്സ്റ്റ് വൺ ആണ് ടേബിൾ വ്യൂ. എന്തായിരിക്കും ടേബിൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ടേബിൾ വ്യൂ? ഇപ്പം പവർ ബി ഐക്ക് വെറുതെ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പവർ ബിയിലോട്ട് എന്ത് വരണം, ഡാറ്റ സോഴ്സിന് ഡാറ്റ എടുക്കണല്ലേ. ഡാറ്റ ഏത് രൂപത്തിലുണ്ടാവുക, സ്ട്രക്ചേർഡ് മീൻസ് റോസ് ആൻഡ് കോളംസ്. റിപ്പോർട്ട് വ്യൂവിൽ റോസും കോളംസും കാണാൻ പറ്റുമോ? ഇല്ല, വിഷ്വൽസ് മാത്രമേ കാണാൻ പറ്റൂ. അപ്പൊ ആ വിഷ്വൽസിന് യൂസ് ചെയ്യേണ്ട ഡാറ്റനെ എൻറ്റയർ സ്ട്രക്ചറോട് കാണാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യാം, ടേബിൾ യൂസ് ചെയ്യാം. ടേബിൾ വ്യൂ സെലക്ട് ചെയ്യുമ്പോൾ മാറിയത് കണ്ടോ? ഇപ്പോൾ ഡാറ്റ ഒന്നും കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ രൂപത്തിലോട്ട് വന്നത്. അപ്പോൾ ടേബിൾ വ്യൂ ആരായിരിക്കും യൂസ് ചെയ്യുക, ഡെവലപ്പേഴ്സ് ആയിരിക്കും കൂടുതലും ടേബിൾ വ്യൂ യൂസ് ചെയ്യുന്നുണ്ടാവുക. എന്റെ യൂസർ അത് കാണാൻ പോകുന്നുണ്ടോ ടേബിൾ വ്യൂ? എന്റെ യൂസർക്ക് ടേബിൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, വിഷ്വൽസ്, അതായത് റിപ്പോർട്ട്. അപ്പൊ എന്റെ യൂസർ എപ്പോഴും ടേബിൾ വ്യൂ കാണുമോ? ഇല്ല. ടേബിൾ വ്യൂ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്ന ആര് തന്നെയായിരിക്കും, ഡെവലപ്പർ സൈഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. ഇനി മൂന്നാമത്തതാണ് മോഡൽ വ്യൂ. എന്തായിരിക്കും മോഡൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡലിനെ കാണുമോ തന്നെ. എന്തായിരിക്കും മോഡൽ വ്യൂ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? മോഡൽ വ്യൂ എന്താണ് ഈ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? CS ഒക്കെ പഠിച്ചവരാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. എന്താണ് മോഡൽ വ്യൂ? നമ്മൾ എപ്പോഴും ഒരു സിംഗിൾ ടേബിൾ വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുക. എപ്പോഴും അനാലിസിൽ ഒരു സിംഗിൾ ടേബിൾ മാത്രമായിരിക്കും? അല്ല, അവിടെ നിന്നുണ്ടാവും മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടാവും. അനാലിസിൽ എപ്പോഴും സിംഗിൾ ടേബിൾ വെച്ചിട്ടായിരിക്കും കളികൾ ഉണ്ടാവുക, മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടാവും. അപ്പോൾ മൾട്ടിപ്പിൾ ടേബിൾ ഈ ടേബിൾ നമ്മൾക്ക് കണക്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഈ പ്രൈമറി കീ ഫോറിൻ കീ ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഇതിനതൊക്കെ യൂസ് ചെയ്യുന്നത് SQL പ്രൈമറി കീ ഫോറിൻ കീ ഒക്കെ പഠിച്ചിട്ടില്ല എല്ലാവരും? എന്തിനാ യൂസ് ചെയ്യുന്നത്? റെഫറൻസ് കൊടുക്കാൻ ടേബിളിലേക്ക്. ടേബിൾ തമ്മിൽ റെഫറൻസ്, അതായത് ടേബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ. അപ്പൊ ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനെ കോൾ ചെയ്യുന്ന പേരാണ് മോഡൽ. അതിനെ കാണാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, മോഡൽ യൂസ് ചെയ്യുക. ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ടെംപ്ലേറ്റ്, ഒരു ടേബിൾ, രണ്ടാമത്തെ ടേബിൾ, മൂന്നാമത്തെ, അത് നമ്മൾ കണക്ട് ചെയ്തിട്ട് കണ്ടു. ഇതുപോലെ ഒരു മോഡൽ ബിൽഡ് ചെയ്യാനാണ് ആര് യൂസ് ചെയ്യുക, മോഡൽ വ്യൂ യൂസ് ചെയ്യുക. മൾട്ടിപ്പിൾ ടേബിൾ ഉണ്ടാകുമ്പോൾ ടേബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു വർക്കിംഗ് ഫയൽ വെച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് മൂന്നും ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ സ്റ്റാർട്ടിങ് ഒരു അവയർനെസ്സിന് വേണ്ടി കാണിച്ചു തരാം. ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതാണ് റിപ്പോർട്ട് വ്യൂ. ഇതാണ് റിപ്പോർട്ട്, കണ്ടോ, വിഷ്വൽസ് കാണാൻ പറ്റും. ഇതാണ് ടേബിൾ വ്യൂ. ജസ്റ്റ് ഇവിടെ ടേബിൾ കാണുന്നുണ്ടോ? ഇതാണ് മോഡൽ വ്യൂ. ഈ കാണുന്നതാണ് ആക്ച്വലി ഒരു മോഡൽ കേട്ടോ. ടോട്ടൽ എത്ര ടേബിൾ ഉണ്ട്, 1 2 3 4 5 6 7 ടേബിൾ വെച്ചിട്ട് അതൊക്കെ തമ്മിൽ പ്രോപ്പർലി കണക്ട് ചെയ്ത് അവിടെ ഒരു മോഡൽ ബിൽഡ് ചെയ്യും. ഇതാണ് മോഡൽ. ഇതൊക്കെ നമ്മളിവിടെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിലേക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കാണിച്ചു തന്നു മാത്രമേ. ഈ മോഡൽ ക്രിയേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്ത മോഡൽ കാണാനുമായിരിക്കും നമ്മൾ ആര് യൂസ് ചെയ്യുക, മോഡൽ യൂസ് ചെയ്യുക. ടേബിൾ വ്യൂ നമ്മൾ ലോഡ് ചെയ്ത ടേബിൾസിന്റെ എൻറ്റയർ സ്ട്രക്ചർ കാണാനായിരിക്കും നമ്മൾ ആര് യൂസ് ചെയ്യുക, ടേബിൾ യൂസ് ചെയ്യുക. റിപ്പോർട്ട് വ്യൂ എന്തിനായിരിക്കും, വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്ത വിഷ്വൽസ് കാണാൻ, അല്ലെങ്കിൽ റിപ്പോർട്ടിന് കാണാൻ. അതിനാണ് നമ്മൾ റിപ്പോർട്ട് വ്യൂസ് ചെയ്യുക. അപ്പോൾ 3 വ്യൂസിന്റെയും കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓൺലൈനിൽ ക്ലിയർ ആണോ 3 വ്യൂസിന്റെയും കൺസെപ്റ്റ്? ഓക്കെ. അതില് ടേബിൾ വ്യൂവിനെ കുറച്ച് പേര് ഡാറ്റ വ്യൂ എന്ന് കൂടെ കോൾ ചെയ്യാറുണ്ട് കേട്ടോ. ഡാറ്റ വ്യൂ, പക്ഷെ ശരിക്കുള്ള പേര് ടേബിൾ വ്യൂ തന്നെയാണ്. അതുപോലെ മോഡൽ വ്യൂവിനെ
ചില ആൾക്കാർ വിളിക്കുന്ന ആൾക്കാരുണ്ട് റിലേഷൻഷിപ്പ് വ്യൂ എന്നും കൂടെ കോൾ ചെയ്യാറുണ്ട്. മീൻസ് എന്താണ്, ടേബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ റിലേഷൻഷിപ്പ് വ്യൂ എന്ന് കൂടെ കോൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ടേം കേട്ടിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. റിലേഷൻഷിപ്പ് വ്യൂ മീൻസ് മോഡൽ വ്യൂ, ഡാറ്റ വ്യൂ മീൻസ് ടേബിൾ വ്യൂ. റിപ്പോർട്ട് വ്യൂ റിപ്പോർട്ട് വ്യൂ എന്നേ വരുന്നു. അതിന് വേറെ പേരൊന്നും ഇതുവരെ ആരും വിളിക്കുന്നത് കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഈ 3 വ്യൂസ് ഒരിക്കലും മറന്നു പോരുത്. ബേസിക് ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്ന കാര്യമാണ്. പവർ ബിയിലെ 3 മെയിൻ വ്യൂസ് ഏതൊക്കെയാണ്? റിപ്പോർട്ട് വ്യൂ, ടേബിൾ വ്യൂ, മോഡൽ വ്യൂ. അതിന്റെ താഴെ കാണുന്ന 2 ആൾക്കാർ ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ട, പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. ഇപ്പം നമുക്ക് എനിക്കൊന്നും മനസ്സിലാകാൻ പോകുന്നുണ്ടാവില്ല. ഇനി ഏറ്റവും റൈറ്റ് മോസ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വെർട്ടിക്കലി കുറെ കാര്യങ്ങൾ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇല്ലേ? ഏറ്റവും റൈറ്റ് മോസ്റ്റ് സൈഡിൽ വെർട്ടിക്കലി കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ടോപ്പിൽ അതിന് മുകളിൽ മൗസ് പോയിന്റ് ഒക്കെ എന്ത് കാണാം? ഡാറ്റ. ഇതിന്റെ കോൾ ചെയ്യുന്ന പേരാണ് പെയിൻസ് കേട്ടോ. PANE, പെയിൻസ്. ഓരോന്നിന്റെയും പേര് പെയിൻ. ഇത് ഡാറ്റ പെയിൻ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ പെയിൻ ഓപ്പൺ ആയിട്ട് വന്നുണ്ടാവും. അത് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ പെയിൻ അവിടെ ഹൈഡ് ആയി. എല്ലാവർക്കും അവൈലബിൾ ആണോ ഡാറ്റ പെയിൻ? ആ ഒരു സിലിണ്ടറിന്റെ ഷേപ്പിൽ കാണാൻ പറ്റും. യെസ് ഓർ നോ? അവൈലബിൾ ആണോ? അല്ലേ? അവൈലബിൾ അല്ലേ അത്? യെസ് സർ, അവൈലബിൾ ആണ്. ഇനി അതിന്റെ താഴെ ബിൽഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു ബാർ ചാർട്ട് വെച്ചതിന്റെ പോലെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബിൽഡ് പെയിൻ വരും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബിൽഡ് പെയിൻ പോകും. ആ ബിൽഡ് പെയിൻ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ ഹൈഡ് ചെയ്ത് നോക്കാൻ കണ്ടു. ഡാറ്റ പെയിൻ ആണ് വേണമെങ്കിൽ ഡാറ്റ പെയിൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഡാറ്റ പെയിൻ അവിടെ വരും, കണ്ടു. അതും വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതും ഹൈഡ് ചെയ്ത് നോക്കാൻ പറ്റും. വരുന്നുണ്ടല്ലോ അവർക്ക്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് പെയിൻ. ഇപ്പൊ നിങ്ങൾ 2 പെയിൻ പഠിച്ചു വെച്ചാൽ മതി, ഡാറ്റ പെയിനും ബിൽഡ് പെയിനും. ബാക്കിയുള്ള ഓരോ പെയിൻസ് വരുന്ന ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. എല്ലാവർക്കും ഡാറ്റ പെയിനും ബിൽഡ് പെയിനും അവിടെ ഇല്ലേ? ഓക്കെ. ഇനി എന്ത് ചെയ്യണം? വെറുതെ പവർ ബിയിൽ നമുക്ക് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവണം? ഡാറ്റ പവർ ബിയുടെ അകത്തോട്ട് വരണം. അപ്പോൾ ഡാറ്റ എവിടെയായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? ഡിഫറെന്റ് ഡാറ്റ സോഴ്സിൽ ഡാറ്റ ലോഡ് ഉണ്ടാവും. അപ്പൊ ഏതൊക്കെയായിരിക്കും ഡിഫറെന്റ് ഡാറ്റ സോഴ്സ്? എല്ലാവരും ഒരു 5 ഡാറ്റ സോഴ്സിന്റെ പേരെന്ന് അവിടെ കണ്ടുപിടിച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഞാനിപ്പോ തിരിച്ച് ജോയിൻ ചെയ്യാം കേട്ടോ.
ഏതൊക്കെ ഡാറ്റ സോഴ്സ് അറിയാം? എക്സൽ, CSV, പിന്നെ CSV, JSON, TXT, CSV ഓൾമോസ്റ്റ് സെയിം ആണ്. ലോഗ് ഫയല്, ഈ ലോഗ് ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ JSON ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ? ജാവാസ്ക്രിപ്റ്റ്, ജാവാസ്ക്രിപ്റ്റ് സ്ട്രക്ചർ നൊട്ടേഷൻ. ഇത് തന്നെയാണ് ഇന്റർവ്യൂസിലും കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇത് തന്നെയാണ്. പവർ ബി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 5 ഡാറ്റാ സോഴ്സിന്റെ പേര് ചോദിക്കും. ഇവരില് കുറെ ഡാറ്റാ സോഴ്സിന്റെ പേര് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതുവരെ കേൾക്കാത്തതൊക്കെ പഠിച്ചു വെച്ചിട്ട് വരും. അപ്പോൾ ആസ് എ ഇന്റർവ്യൂർ നമുക്കറിയാം അതൊരു ഫ്രഷർ ഉപയോഗിക്കാൻ ചാൻസ് ഇല്ലാന്ന് അറിയാം. അപ്പൊ തിരിച്ചെന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും? അവർ ഇങ്ങോട്ട് ഇമ്പ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇമ്പ്രസ് ചെയ്യാൻ നോക്കും. അതെന്താണ് ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്താണെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ക്വസ്റ്റ്യനിൽ അവരിപ്പോൾ പാനിക് ആവും. പിന്നെ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ആൻസർ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അറിയാവുന്ന ഡാറ്റാ സോഴ്സിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാവർക്കും അറിയുന്ന ഒന്നായിരിക്കും എക്സൽ, CSV, MySQL. നിങ്ങൾ പഠിച്ചതല്ലേ? അതിന്റെ പേര് ആരെങ്കിലും പറഞ്ഞോ? MySQL ഒരു ഡാറ്റാ ബേസ് ആണ്. അതെന്താണ് ഡാറ്റ, അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ അല്ലേ? അപ്പൊ അതൊരു ഡാറ്റാ സോഴ്സ് ആണ്. SQL എന്ന് പറയരുത്, MySQL. ഇനി ഇതിലെങ്കിലും PDF ഉണ്ട്. PDF എന്താണ്? ഒരു ഡാറ്റാ സോഴ്സ് തന്നെയാണ്. അതിന്റെ അകത്തും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അതിന്റെ അകത്തുള്ള ഒരു ഡാറ്റ തന്നെയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MySQL അറിയാമെങ്കിൽ PostgreSQL ആണ് അത് പറയാം. PostgreSQL കേട്ടിട്ടുണ്ടോ? PostgreSQL. പക്ഷെ MySQL തന്നെ വേറൊരു ടൈപ്പാണ് PostgreSQL. ഇല്ലെങ്കിൽ ഒറാക്കിൾ ഡാറ്റാബേസ് പറയാം. ഇതൊക്കെ കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഡാറ്റ സോഴ്സിന്റെ പേരാണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആസ് എ ഫ്രഷർ എന്തായിരിക്കും? എക്സലോ CSV ആയിരിക്കും. എന്താണ് CSVയുടെ ഫുൾ ഫോം? CSVയുടെ ഫുൾ ഫോം എന്താ? Comma separated. കോമ സെപ്പറേറ്റഡ്, കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ഓർ Value. വേരിയബിൾ. വാല്യൂസ് ഓർ വേരിയബിൾസ് എന്താ? Value. വാല്യൂസ് ആണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരും അതിൽ പെടണ്ട, ഉറപ്പിച്ച് പറഞ്ഞു കോമ സെപ്പറേറ്റഡ് വാല്യൂസ്. എങ്ങനെയായിരിക്കും അതിൻ്റെ അകത്ത് വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? ഇപ്പൊ ഞാനിവിടെ ഒരു എക്സൽ ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യാം. EC-1. ഇതൊരു എക്സൽ വർക്ക് ബുക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു എക്സൽ വർക്ക് ബുക്കാണ്. എക്സൽ വർക്ക് ബുക്ക് നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? എക്സലിൽ സേവ് ആവുന്ന എക്സ്റ്റൻഷൻ എന്തായിരിക്കും? Dot ഒരു എക്സൽ XLS. ഫയൽ ഡോട്ട് XL XLS. എക്സ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ്. CSV ഫയൽ സേവ് ചെയ്താൽ അതിന്റെ ഫോർമാറ്റ് എന്തായിരിക്കും? ഡോട്ട് CSV എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്തായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും? ഒരു എക്സൽ ഫയലിനകത്ത് 2 രീതിയിൽ ഡാറ്റ സ്റ്റോർ ആയിട്ടുണ്ടാവും. ഒന്ന് ടേബിൾ രൂപത്തിലുണ്ടാവും, ഒന്ന് ഷീറ്റ് രൂപത്തിലും ഉണ്ടാവും. എക്സൽ വർക്ക് ബുക്ക് എന്നാണ് കോൾ ചെയ്യുക. ആ വർക്ക് ബുക്കിന്റെ അകത്ത് 2 രീതിയിൽ ഡാറ്റാസ് ഉണ്ടാവും. ഷീറ്റ് രൂപത്തിലുണ്ടാവും, ടേബിൾ രൂപത്തിലുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഓപ്പൺ ചെയ്ത വർക്ക് ബുക്കിന്റെ പേരെന്താ? EC-1. അതിന്റെ അകത്തുള്ള ഷീറ്റാണ് ലുമിനാർ ഷീറ്റ് 5, 4, 1, 2, 3. അതിൽ ലുമിനാർ എന്ന് പറഞ്ഞ ഷീറ്റിന്റെ അകത്തുള്ള ഡാറ്റയാണ് ഇവിടെ കാണുന്ന ഈ എൻറ്റയർ കാര്യം മൊത്തം. അതായത് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ആ ഷീറ്റിലുള്ള കണ്ടന്റ് ആണ്. പക്ഷെ ഇത്രയും പോർഷൻ ഞാനൊരു ടേബിൾ രൂപത്തിൽ അവിടെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കളർ നോക്കിയിട്ടല്ല, നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് ഒരു ഐക്കൺ കാണാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ എന്ത് കാണാൻ പറ്റും? ടേബിൾ ഡിസൈൻ. പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നുണ്ടോ? ഇനി കളർ കണ്ടിട്ടാണെങ്കിൽ ഈ പ്ലെയിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ടേബിൾ ഡിസൈൻ വരുന്നുണ്ടോ? ഇല്ല.
ഇതിന്റെ അകത്തിൽ ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ ആര് വരൂ, ആ ഒരു ടേബിൾ ഡിസൈനുകൾ വരും. അപ്പൊ ആ ടേബിളിന്റെ പേര് കാണണമെങ്കിൽ ടേബിൾ ഡിസൈൻ സെലക്ട് ചെയ്യുക. ടേബിളിന്റെ പേര് കാണുമ്പോൾ എന്താണ്, ഈസി ടേബിൾ. ഷീറ്റ് 5 വന്നു. ഞാനിപ്പോ ഇവിടെ സെലക്ട് ചെയ്ത് എൻ്റെ എന്താണ്, ഷീറ്റ് 5 ആണ്. അതിന്റെ അകത്തിൽ ഒരു ടേബിൾ ആണ് ഇവിടെ കണ്ടോ, ടേബിൾ ഡിസൈൻ. അതിന്റെ പേരാണ് ടേബിൾ 1. ഷീറ്റ് 4 ബ്ലാങ്ക് ആണ്. ഷീറ്റ് 1 ടേബിൾ ഒന്നുമില്ല കണ്ടോ, ഇത് മുഴുവൻ ഒരു ഷീറ്റ് ആയിട്ടാണുള്ളത്. ഷീറ്റ് 2, ഷീറ്റ് 3. അപ്പൊ ഈ ഒരു ഈസി ഹൈഫൺ വന്ന് എക്സൽ ബുക്ക് മുതൽ കണ്ടൻസ് ചെയ്തൊക്കെയാ എത്ര ഷീറ്റ് ഉണ്ട്, 1 2 3 4 5 6 ഷീറ്റും ഉണ്ട്, 2 ടേബിളും ഉണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങളൊരു എക്സൽ വർക്ക് ബുക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും അതിൽ ഏത് കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് ഫസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവണം. ആ കണ്ടന്റ് ഷീറ്റ് രൂപത്തിലാണോ ടേബിൾ രൂപത്തിലാണോ സ്റ്റോർ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിന് എക്സൽ ഓപ്പൺ ചെയ്യണമെന്നൊന്നുമില്ല, അതിനും പവർ ബൈ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഒരു ഡാറ്റ പവർ ബി ആയിട്ട് കണക്ട് ചെയ്യണം. എങ്ങനെ കണക്ട് ചെയ്യാം, നേരെ ഹോം ടാബിലോട്ട് വരിക. ഇവിടെ ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും, എന്താണ്, ഡാറ്റ. അതിൽ ഫസ്റ്റ് തന്നെ ഒരു ഗ്രൂപ്പ് ആണ്, എന്താണ്, ഗെറ്റ് ഡാറ്റ. സോറി, ഗ്രൂപ്പ് അല്ല, റിബൺ. അതിന്റെ പേര് എന്താണ്, ഡാറ്റയെ എടുക്കും, ഗെറ്റ് ഡാറ്റ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടോ, ഗെറ്റ് ഡാറ്റ. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സിലിണ്ടർ ഷേപ്പ് കാണിക്കുന്നതൊക്കെ ഡാറ്റയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ SQL ഡാറ്റാബേസ് എങ്ങനെ കാണുന്നത്, സിലിണ്ടർ ഷേപ്പിൽ ഇങ്ങനെ ഓരോ കട്ട് കട്ട് ചെയ്ത് തിരിച്ചില് കാണുക. അതുപോലെ തന്നെ സിലിണ്ടർ ഷേപ്പ് എവിടെ കണ്ടാലും അതിന് ഇൻഡിക്കേഷൻ ഒരു ഡാറ്റാബേസ് അല്ലെങ്കിൽ ഒരു ഡാറ്റാ സോഴ്സ്. അതിന് ഇവിടെയും റൈറ്റ് മൗസ് സൈഡിൽ ഡാറ്റ പെയിൻ കോൾ ചെയ്യുമ്പോഴും ഐക്കൺ എന്താ കാണുന്നത്, സെയിം സിലിണ്ടർ ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ സിലിണ്ടർ ഷേപ്പ് കാണുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ഡാറ്റാ സോഴ്സ് അല്ലെങ്കിൽ ഡാറ്റ എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആയിരിക്കും. ഇനി അതിന്റെ മുകളിൽ ഒരു ടേബിളിന്റെ സ്ട്രക്ചർ കൂടെ കാണാൻ പറ്റും. മീൻസ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്ന എന്തായിരിക്കും, സ്ട്രക്ചർ ഡാറ്റ ആയിരിക്കും. ഓക്കെ, ഗെറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു. ഇവിടെ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെ കാണുന്ന ഇത്രയും ഡാറ്റാ സോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ ബി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കണ്ടോ. ഇത്രയും ഡാറ്റാ സോഴ്സ് പവർ ബി ആയിട്ട് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന കുറെ ഡാറ്റാ സോഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാത്ത കുറെ ഉണ്ടാവും കണ്ടോ. അപ്പൊ ഇതിൽ നിന്ന് എപ്പോഴും ഒരു 5 or 10 എണ്ണത്തിന്റെ പേര് അവിടെ പഠിച്ചു കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് എക്സലും CSV ആയിരിക്കും. അവസാനം ആകുന്ന സമയത്ത് ഫോൾഡർ എങ്ങനെ കണക്ട് ചെയ്യാം, MySQL എങ്ങനെ കണക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ഷീറ്റ് കേട്ടുണ്ടോ, ഗൂഗിൾ ഷീറ്റ് ഒരു ഡാറ്റാ സോഴ്സ് ആണ്. അത് വെച്ചിട്ട് ഡാറ്റ കണക്ട് ചെയ്യാം കണ്ടോ, ഗൂഗിൾ ഷീറ്റ്. ഇനി നിങ്ങൾ പഠിച്ച പൈത്തൺ വെച്ചിട്ടും പവർ ബി അകത്തോട്ട് ഡാറ്റ കണക്ട് ചെയ്യാൻ പറ്റും കണ്ടോ, പൈത്തൺ സ്ക്രിപ്റ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന കുറെ ഡാറ്റാ സോഴ്സ് ഇപ്പോൾ തന്നെ ഏതൊക്കെയാ, എക്സൽ വർക്ക് ബുക്ക്, CSV, MySQL, ഗൂഗിൾ ഷീറ്റ്, പൈത്തൺ. 5 അവിടെ തന്നെയായി. ഈ 5 നമ്മളിവിടെ ക്ലാസ്സിൽ ഇംപ്ലിമെന്റ് കൂടെ ചെയ്യും. ഇനി ഫോൾഡർ കൂടെ നമ്മൾ അവസാനമാകുമ്പോൾ ക്ലാസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യും കണ്ടോ. അപ്പൊ എപ്പോഴും ഒരു 5 or 6 അല്ലെങ്കിൽ 10 ഡാറ്റാ സോഴ്സിന്റെ പേര് പഠിക്കുക. അതിന്റെ ബേസിക് കൺസെപ്റ്റ് കൂടെ പഠിച്ചിട്ട് മാത്രം പേര് വേറൊരാളോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകുന്ന ഏതാണ്, എക്സൽ വർക്ക്. ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്തു, എക്സൽ സെലക്ട് ചെയ്തു, നേരെ താഴെ എന്ത് പാസ് ചെയ്യാം, കണക്ട്. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്ന ഡാറ്റ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്ക്, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ സമയം തരാം. ഏത് ഡാറ്റ കണക്ട് ചെയ്യേണ്ടത്, EC-1. അത് എന്നോട് സെലക്ട് ചെയ്തു, നേരെ എന്ത് പാസ് ചെയ്യുക, ഓപ്പൺ. ഞാനിവിടെ ഇത് ഓപ്പൺ കൊടുക്കുമ്പോൾ പവർ ബി ഡയറക്ട്ലി കണക്ട് ആകുമ്പോൾ ആരുടെ കൂടെ ആയിരിക്കും, ഈ ഒരു എക്സൽ വർക്ക് ബുക്കിന്റെ കൂടെ ആയിരിക്കും കണക്ട് ആവുക. എക്സൽ വർക്ക് ബുക്കിന് എത്ര കണ്ടൻസ് ഉണ്ട്, 6 ഷീറ്റും 2 ടേബിളും ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഓപ്പൺ കൊടുക്കുമ്പോൾ മെഷീൻ ചോദിക്കും, ഞാൻ കണക്ട് ആയി, ഇത്രയും ഡാറ്റാസ് അതിലുണ്ട്, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ചോദിക്കാണ്ടോ. അതാണ് നാവിഗേഷൻ എന്ന് പറയുക. ആ ഡാറ്റയിനകത്തിൽ ഏത് കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് ഡാറ്റ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓരോന്നിന്റെ മുകളിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്രിവ്യൂ കാണിച്ചു തരും. ടിക്ക് ചെയ്യരുത്, ലെഫ്റ്റിൽ പോയിട്ട് ജസ്റ്റ് പേരിന്റെ മുകളിൽ സെലക്ട് ചെയ്യരുത് കേട്ടോ. ഇതാണ് ആ ഡാറ്റ. ഇത് ടേബിൾ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഐക്കണിലൊരു ഡിഫറൻസ് കണ്ടോ. ടേബിൾ ആണെങ്കിൽ ഈ ഒരു ഐക്കൺ ആയിരിക്കും,
ഷീറ്റ് ആണെങ്കിൽ ഈ ഒരു ഐക്കൺ ആയിരിക്കും. അത് വെച്ച് നമുക്ക് അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എപ്പോഴും ടോപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നതെല്ലാം ടേബിൾ ആയിരിക്കും. ഐക്കൺ നോക്കി മനസ്സിലാവും. ടേബിൾ ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം മാത്രമേ ഷീറ്റ് മെഷീൻ കാണിച്ചു തരും. അപ്പോൾ എനിക്കിവിടെ ഏതാ വേണ്ടത്? ഈസി ടേബിൾ. അപ്പൊ അത് മാത്രം എന്ത് ചെയ്യുക, അവിടെ ടിക്ക് ചെയ്യുക. ഇനി ടേബിൾ 1 കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതും ടിക്ക് ചെയ്യാം. ഒരാളെ മാത്രം മതിയെങ്കിൽ ഒരാളെ മാത്രം സെലക്ട് ചെയ്യും. അനാവശ്യമായിട്ട് ഡാറ്റ എന്ത് ചെയ്യരുത്, പവർ ബിയുടെ അകത്തോട്ട് കയറ്റി വരുന്നതാവും, മെമ്മറി സ്പേസ് ഒരുപാട് യൂസ് ആവും. അപ്പോൾ ഒരു ഡാറ്റാ സോഴ്സിന് ഡാറ്റ കണക്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള ഡാറ്റയെ മാത്രം എങ്ങോട്ട് എടുക്കുക, പവർ ബിയുടെ അകത്തോട്ട് കണക്ട് ചെയ്യുക. എന്ത് ചെയ്തു, ടിക്ക് ചെയ്തു. ഈസി ടേബിളാണ് ടിക്ക് ചെയ്തിരിക്കുന്നത്. താഴെ എന്ത് കാണാൻ പറ്റും, ലോഡ്. ലോഡ് കൊടുത്താൽ എന്താവും, ഈ ഡാറ്റ നേരെ പവർ ബിയുടെ അകത്തോട്ട് ലോഡ് ആവുന്ന കാണാം. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും കണക്ട് ആയിട്ട് വരാൻ. വേറെ ഒന്നും ചെയ്യരുത്, അത് ഓട്ടോമാറ്റിക്കലി വർക്ക് ആയിക്കൊണ്ട് കണ്ടു, ഡാറ്റ ലോഡായി. ഇങ്ങനെയാണ് നമ്മൾ എക്സൽ വർക്ക് എന്ത് ചെയ്യുക, പവർ ബിയിലോട്ട് ഡാറ്റ ലോഡ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് രൂപത്തിലുള്ള ഡാറ്റയാണ് ആവശ്യമുള്ളത് നമ്മൾ എപ്പോഴും ഫൈനലൈസ് ചെയ്യണം. ഷീറ്റ് രൂപത്തിലുള്ളതാണോ ടേബിൾ രൂപത്തിലാണോ, അതിനെ മാത്രം എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ടുണ്ടാവണം. അല്ലാതെ എല്ലാത്തിനെയും പോയി സെലക്ട് ചെയ്താൽ എന്താവും, എല്ലാം പവർ ബിയുടെ അകത്തോട്ട് വരും. പവർ മെമ്മറി സ്പേസ് നല്ലോണം യൂസ് ആവും. യൂസ് ആയാൽ എന്താവും, നമ്മുടെ പെർഫോമൻസും കാര്യങ്ങളും ഇവിടെ റെഡ്യൂസ് ആവുകയും ചെയ്യും. ക്ലിയർ ആണ് എല്ലാവർക്കും? ഈ ഡാറ്റ ഷെയർ ചെയ്ത് തരാം, അതിനുശേഷം നിങ്ങൾ കണക്ട് ചെയ്യാം കേട്ടോ. ആ ഒരു എക്സൽ വർക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലുള്ള ആ ഒരു ഈസി ടേബിൾ മാത്രം പവർ ബിയുടെ അകത്തോട്ട് ലോഡ് ചെയ്യും. ഓൺലൈൻ ലോഡ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഇനി ആർക്കെങ്കിലും സ്റ്റെപ്സ് ഒന്നുകൂടെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യുക, റിപ്പീറ്റ് ചെയ്യും. സാറേ പറഞ്ഞോളൂ. നമുക്ക് ആദ്യം ഓപ്ഷൻസിന്റെ ഇത് പറഞ്ഞിട്ടുണ്ടായില്ലേ, ആ അത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഇത് ഫസ്റ്റ് സെറ്റിംഗ്സിൽ ചേഞ്ച് ചെയ്താണോ പറയുന്നത്? അതെ അതെ അതെ. ഓക്കെ, നേരെ ഫയൽ ടാബിലോട്ട് വരിക. ഏറ്റവും താഴെ എന്ത് കാണാം, ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ്. അത് സെലക്ട് ചെയ്യുക. ഇവിടെ എന്ത് കാണാൻ പറ്റും, ഓപ്ഷൻസ്. ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ പ്രിവ്യൂ ഫീച്ചർ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് വൺ ആയിട്ട് ഒരു ഓൺ ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ കാണാൻ പറ്റും, അതൊന്ന് സെലക്ട് ചെയ്യുക. ഓൺ ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ. അതിനുശേഷം ടോപ്പിൽ സെക്കൻഡ് വൺ ആയിട്ട് ഷേപ്പ് മാപ്പ് വിഷ്വൽ ഉണ്ടാവും, അതും ജസ്റ്റ് ടിക്ക് ചെയ്യാം. പിന്നെ താഴത്തോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ന്യൂ കാർഡ് വിഷ്വൽ, ബട്ടൺ സ്ലൈസർ, ലിസ്റ്റ് സ്ലൈസർ, ടെക്സ്റ്റ് സ്ലൈസർ. ഇത് ഓൾറെഡി ടിക്ക് ആണെങ്കിൽ വീണ്ടും പോയി ടിക്ക് ചെയ്യണ്ട. ടിക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ 4 ടിക്ക് ചെയ്യാം. അതിനുശേഷം അതിലൊരു ഷെയ്ക്ക് എന്തോ പറഞ്ഞില്ല, അത് മനസ്സിലായില്ല. ഷേപ്പ് മാപ്പ് വിഷ്വൽ ഏറ്റവും ടോപ്പിലുണ്ടാവും. ഓക്കെ ഓക്കെ കിട്ടി. അത് ജസ്റ്റ് ഒന്ന് അവിടെ ടിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ബട്ടൺ സ്ലൈസറും ടെക്സ്റ്റ് സ്ലൈസറും ലിസ്റ്റും ചെയ്തു. യെസ്. പിന്നെ മുകളിൽ ഷേപ്പ് മാപ്പ് വിഷ്വൽ ഒന്ന് ടിക്ക് ചെയ്യും. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പിന്നീട് അത് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ സെറ്റിംഗ്സ് ഒരുമിച്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, പിന്നെ സെക്യൂരിറ്റിയിലോട്ട് വരിക. റിവ്യൂ ഫീച്ചേഴ്സിന് തൊട്ട് മുകളിലായിട്ട് സെക്യൂരിറ്റി കാണാം. അത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ അവിടെ മാപ്പ് ആൻഡ് ഫിൽഡ് മാപ്പ് വിഷ്വൽസ് കാണാൻ പറ്റും. അതും ജസ്റ്റ് അവിടെ നിന്ന് ടിക്ക് ചെയ്യുക. ഓരോന്നും ചെയ്ത് എന്തിനാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് താഴെ ഓക്കെ പാസ് ചെയ്യാം. ഓക്കെ പറയുമ്പോൾ പവർ ബൈ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയും. ജസ്റ്റ് പവർ ബൈ ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്താൽ മതി. റെഡിയായി, എല്ലാ സെറ്റിംഗ്സും ചേഞ്ച് ആയിട്ടുണ്ടാവും. പോസ്റ്റിന് ക്ലിയർ ആയോ? യെസ് ക്ലിയർ ആയി. ഞാൻ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു പവർ ബിയുടെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സെറ്റിംഗ്സ് അവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഇനി ഡാറ്റ കണക്ട് ചെയ്യാൻ ഗെറ്റ് ഡാറ്റ, എക്സൽ വർക്ക് ബുക്ക്. എവിടെയാണോ എക്സൽ കണക്ട് ചെയ്തിരിക്കുന്നത് എക്സൽ ഫയലിലോട്ട് വരിക, ഓപ്പൺ പാസ് ചെയ്യുക.
ഓപ്പൺ കൊടുക്കുമ്പോൾ എക്സൽ ഫയലായിട്ട് കണക്ട് ആയി മെഷീൻ നിങ്ങളോട് പറയും ആ ഒരു എക്സൽ വർക്ക് ബുക്കിന്റെ അകത്ത് ഇത്രയും ഡാറ്റാസ് ഉണ്ട്, ഇതിലേതാണ് നിങ്ങൾക്ക് അനാലിസിന് ആവശ്യമായിട്ടുള്ളത്, അത് മാത്രം സെലക്ട് ചെയ്യുക. ഇവിടെ താഴെ എന്ത് പാസ് ചെയ്യുക, ലോഡ് പാസ് ചെയ്യുക. ടേബിൾ സെലക്ട് ചെയ്തു. ഏതാ ഒരു table ഇപ്പൊ ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ആവശ്യമുള്ള ഡാറ്റ മാത്രം സെലക്ട് ചെയ്യുക, എന്നിട്ട് താഴെ ലോഡ് പാസ് ചെയ്യും. എല്ലാം പോയിട്ട് സെലക്ട് ചെയ്യരുത് കേട്ടോ. ഡാറ്റ സോഴ്സ് ഡാറ്റ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ സ്റ്റെപ്പ് ആണ് കേട്ടോ പവർ ബിയുടെ അകത്ത്. ഇതിലെ എക്സൽ വർക്ക് ബുക്കിൽ ഏത് ഷീറ്റാ വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം സെലക്ട് ചെയ്യുക, അത് അത്രയല്ലേ ഉള്ളൂ. ഷീറ്റ് അല്ലെങ്കിൽ ടേബിൾ ആ ഐക്കൺ നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി അത് ടേബിൾ രൂപത്തിലാണോ ഓക്കെ ഓക്കെ ഷീറ്റ് രൂപത്തിലാണോ. ടേബിൾ രൂപത്തിലാണെങ്കിൽ ആ ഡാറ്റ മാത്രം സെലക്ട് ചെയ്യുക, നേരെ ലോഡ് പാസ് ചെയ്യുക. ഓക്കെ. നിങ്ങൾ അപ്പുറത്തതിൽ എവിടെ വരെ എത്തി ML? സ്റ്റാർട്ട് ചെയ്തു. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, സൂപ്പർവൈസറിൽ ക്ലാസിഫിക്കേഷൻ. ഏഴോ അപ്പോൾ ഡാറ്റ ഒക്കെ ഡീൽ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ? CSV ഡാറ്റ ഒക്കെ CSV ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും കൂടുതലും. സീരിയസ് ഓക്കെ, ഒരു മോഡൽ ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഫസ്റ്റ് ഡാറ്റ ഉം. ഇതാണ് മനസ്സിലാക്കുന്നത്. എന്തെന്താണെന്ന്, ഡാറ്റ എന്താണെന്നാണോ അല്ല പറഞ്ഞത്? ആ ഡാറ്റ അതെന്താണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞോണ്ട് ഇപ്പം പറയാൻ പറ്റും എന്താണ് ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഡാറ്റേനെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എപ്പോഴാണ് കേട്ടോ, പവർ ബിയിലോട്ടോ പൈത്തണിലോട്ടോ വരുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്തിനുള്ള സൊല്യൂഷനാണ് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് പഠിച്ചു വെക്കുക. എന്നിട്ട് ആ പ്രോബ്ലവും ആ ഡാറ്റയും തമ്മിൽ മാച്ചിങ് ആണോ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പൊ എന്താവും നിങ്ങൾക്ക് ഡാറ്റേനെ പറ്റി പഠിക്കാൻ പറ്റും. ഡാറ്റ ഡിഫറെന്റ് ഡൊമൈൻസിനായിരിക്കും വരുന്നുണ്ടോ? എല്ലാ ഡാറ്റ ഒരേ ഡൊമൈൻ ആവണമെന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡാറ്റ ചിലപ്പോൾ ഹെൽത്ത് ഡൊമൈൻ ആയിരിക്കും, ടൂറിസം ആയിരിക്കും, അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് സെക്ടർ ആയിരിക്കും, സ്പോർട്സ് ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ഡാറ്റ ഡൊമൈൻ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ആ ഡൊമൈനെ പറ്റിയിട്ട് ഒരു ബേസിക് നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്ത് റിലേറ്റ് ചെയ്ത ഡാറ്റയാണ്. ഞാൻ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. എനിക്ക് അതിൽ ABCD അറിയില്ല. ഹെൽത്തിലെ കൊളസ്ട്രോൾ എന്താണെന്നോ BP എന്താണെന്നോ അത് അറിയില്ല. ഇൻ കേസ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ കോളത്തിൽ മിസ്സിംഗ് വാല്യൂ ആണ്. എന്താണ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്താണ്, അതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉള്ള വാല്യൂസ് ഏതാണെന്ന് മനസ്സിലാവാത്ത ഒരാൾക്ക് പ്രോപ്പറായിട്ട് വാല്യൂ ഫില്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് അറിയാത്ത ഒരാൾ പോയിട്ട് ഫില്ല് ചെയ്ത് എന്തായിരിക്കും ഉണ്ടാവുക, അതിൽ വരാൻ ചാൻസ് ഇല്ലാത്ത അത്രയും വലിയ വാല്യൂ ഒക്കെ ചിലപ്പോൾ അതിൽ പോയിട്ട് വീഴും. അപ്പോൾ ഫസ്റ്റ് ഡാറ്റേനെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ പിന്നെയുള്ള പ്രീ പ്രോസസിങ് സ്റ്റെപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ എപ്പോഴും ഫസ്റ്റ് പഠിക്കുന്നത് ഡാറ്റ. നിങ്ങളിപ്പോൾ കാഗിൽ നിന്നാണ് ഡാറ്റ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും എബൌട്ട് ഡാറ്റ. ഇതിന് എബൌട്ട് ഡാറ്റ കൊടുക്കുന്നതിന്റെ റീസൺ എന്താ? അതിൽ എന്തൊക്കെ കോളംസ് ഉണ്ട്, എങ്ങനെയാണ് വാല്യൂസ് കൊടുത്തിരിക്കുന്നത്, അതിൽ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഇതിനാണ് അവർക്കറിയത് സ്റ്റുഡൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഡാറ്റയാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡാറ്റേനെ കുറിച്ച് കൂടുതൽ അറിയണം. ഓരോ ഡാറ്റ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർ പറയും ഇത് ഈ സോഴ്സ് നിന്നൊക്കെ കളക്ട് ചെയ്ത ഡാറ്റയാണ്, കൂടുതൽ അറിയണമെങ്കിൽ ഈ ലിങ്കിൽ പോയാൽ കാണാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് പഠിക്കേണ്ടത് ഡാറ്റേനെ കുറിച്ചിട്ടാണ്. അതിനുശേഷം പവർ ബിയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, പവർ ബിയിലോട്ട് ഡാറ്റ ലോഡ് ചെയ്തു.
അപ്പൊ ഇവിടെ ഡാറ്റ പെയിനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഡാറ്റ പെയിൻ അവിടെ ഓപ്പൺ ആയി ഈസി ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിളിന്റെ പേര് കാണാൻ പറ്റും. പക്ഷെ റോസും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടോ? അത് ജസ്റ്റ് അവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള കോളംസ് കാണാൻ പറ്റും. പക്ഷെ റോസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിനാണ് നമ്മൾ ആര് യൂസ് ചെയ്യുക? ടേബിൾ വ്യൂ. അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരെ എന്ത് ചെയ്തു? ഞാൻ ടേബിൾ വ്യൂയിലോട്ട് വന്നിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു ടേബിളിന്റെ മുഴുവൻ സ്ട്രക്ചർ അവിടെ കാണാൻ പറ്റി. നിങ്ങൾ ഇവിടെ വന്ന ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. മെഷീൻ ഓട്ടോമാറ്റിക്കലി ഓരോ കോളത്തിനെയും ഡാറ്റ ടൈപ്പ് ഡിറ്റക്ട് ചെയ്യും. നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി ചെയ്യും. അപ്പോൾ ഓരോ കോളത്തിനെയും ഡാറ്റ ടൈപ്പ് മെഷീൻ എന്താണ് ഡിറ്റക്ട് ചെയ്യുന്നത് നമ്മൾ മാനുവലി ചെക്ക് ചെയ്യണം. എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല, തെറ്റായ രീതിയിലും മെഷീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? കൺട്രി എന്ന് പറഞ്ഞ കോളം, കൺട്രി എന്ന കോളം സെലക്ട് ചെയ്തു. ആ കോളം സെലക്ട് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിങ്ങൾക്ക് പുതിയൊരു ടാബ് ജനറേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. എന്താണ് ആ ടാബ്? കോളം ടൂൾസ്. എല്ലാവരും കോളം ടൂൾസ് വരുന്നുണ്ടോ? ജസ്റ്റ് ടേബിൾ വ്യൂയിലോട്ട് വരിക. അവിടെ നിന്ന് എന്ത് ചെയ്യുക? കൺട്രി എന്ന് പറഞ്ഞ കോളം ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ കോളം ടൂൾസിന്റെ ടാബ് വന്നോ? അതിൽ ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും, സ്ട്രക്ചർ. അതിൽ ടേബിളിന്റെ കോളത്തിന്റെ പേരും ഉണ്ടാവും, ഡാറ്റ ടൈപ്പ് ഉണ്ടാവും കേട്ടോ. എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ടെക്സ്റ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ പവർ ബിയുടെ അകത്ത് വരുന്ന ഡാറ്റ ടൈപ്പ് ഏതാണ്? ടെക്സ്റ്റ്. നിങ്ങൾ മറ്റു സ്ഥലങ്ങളൊക്കെ പഠിച്ച് സ്ട്രിങ്ങും വാർക്കാരനൊക്കെ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ ആര് വരുന്നത്? ടെക്സ്റ്റ്. ഇവിടെ ഡാറ്റ ടൈപ്പ് കോൾ ചെയ്യുക ടെക്സ്റ്റ് എന്നാണ്, സ്ട്രിങ്ങോ വാർക്കാരെന്നോ അല്ല. ഇനി സെല്ലിംഗ് പ്രൈസ് സെലക്ട് ചെയ്താൽ ഡാറ്റ ടൈപ്പ് എന്തായിട്ട് മാറി? വോൾ നമ്പർ ആയിട്ട് മാറി കണ്ടോ? വോൾ നമ്പർ മീൻസ് ഇൻടീജർ. ക്വാണ്ടിറ്റി സെലക്ട് ചെയ്താലും വോൾ നമ്പർ ആയിരിക്കും. റവന്യൂ ആയാലും പ്രൊഡക്റ്റ് ആയാലും പ്രോഫിറ്റ് ആയാലും റീജിയൻ ആയാലും കണ്ടോ? റീജിയൻ ടെക്സ്റ്റ് ആയിരിക്കും, പ്രൊഡക്റ്റും ടെക്സ്റ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് ഡാറ്റ ടൈപ്പിന്റെ പേര് പഠിച്ചു വെക്കുക, ടെക്സ്റ്റും വോൾ നമ്പറും. ഇനി ബാക്കിയുള്ള ഡാറ്റ ടൈപ്പ് കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു കോളം സെലക്ട് ചെയ്യാം. ആ ഡാറ്റ ടൈപ്പിന്റെ റൈറ്റ് മൗസ് അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പവർ ബിയിൽ അവൈലബിൾ ആയിരിക്കുന്ന ഡാറ്റ ടൈപ്സ് കാണിച്ചു തരും. ഹലോ, വോൾ നമ്പർ, ഡെസിമൽ നമ്പർ മീൻസ് ഇൻറ്റീജർ, ഫ്ലോ. ഫിക്സഡ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം, ഇപ്പോൾ വിട്ടേക്ക്. പിന്നെ ഡേറ്റും ടൈമും ഒരുമിച്ച് കാണാം. ഡേറ്റ് സെപ്പറേറ്റ്, ടൈം സെപ്പറേറ്റ്. പിന്നെ ടെക്സ്റ്റ് ട്രൂ ഓർ ഫോൾസ് മീൻസ് എന്താണ്? ബൂളിയൻ. പിന്നെ ബൈനറി 0 ഓർ 1. ഇതാണ് പവർ ബിയുടെ അകത്ത് വരുന്ന മെയിൻ ഡാറ്റ ടൈപ്സ്. ഇതുകൊണ്ട് ഡാറ്റ ടൈപ്പിന്റെ പേര് പോലും കണ്ടോ? ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സ്ട്രിംഗ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത ആൾക്കാർ ടെക്സ്റ്റ് ആണെന്ന് മനസ്സിലാവും ഇല്ല. പക്ഷെ അതിന് പകരം എന്ത് തന്നെ കൊടുത്തു? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പേര് ടെക്സ്റ്റ് കൊടുത്തുകൊണ്ടോ. ട്രൂ ഓർ ഫോൾസ് അതിനൊരു ബൂളിയൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. അതിന് പകരം എന്ത് കൊടുത്തു? ട്രൂ ഓർ ഫോൾസ് ഉണ്ടോ. ഇനി ഡേറ്റും ടൈം ഒക്കെ കൊടുത്താണ്. ഡേറ്റ് ടൈം ഒരുമിച്ചാകുമ്പോൾ ഡേറ്റ് ബാർ ടൈം. വോൾ നമ്പർ, ഡെസിമൽ നമ്പർ. നമ്മൾ പണ്ടേ പഠിച്ചിരിക്കുന്ന ടേംസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ 3 സ്ഥലത്ത് ഡാറ്റ ടൈപ്പ് പഠിച്ചിട്ടുണ്ടാവും. 3 തമ്മിൽ എന്ത് ചെയ്തത്? കമ്പൈൻ ചെയ്ത് പറയുന്നത്. ഓരോ സ്ഥലത്തും അതിന്റെ പേര് ഡിഫറെന്റ് ആകട്ടെ. ഇവിടെ വരുമ്പോൾ ഹോൾ നമ്പർ, ഡെസിമൽ നമ്പർ, ഡേറ്റ് ടൈം, ഡേറ്റ്, ടൈം, ടെക്സ്റ്റ്, ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് ഒക്കെ ബൈനർ എന്താണ്? ബൂളിയൻ എന്ന് പറയാം. വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന ടേം ബൂളിയൻ ആണ്. ടെക്സ്റ്റിന് സ്ട്രിംഗ് എന്ന് കോൾ ചെയ്യാം, വലിയ ഇഷ്യൂ ഒന്നും വരാറില്ല. വോൾ നമ്പറിന് ഇൻറ്റിജർ എന്ന് കോൾ ചെയ്യാം, ഡെസിമലിന് ഫ്ലോട്ട് എന്ന് കോൾ ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും SQL ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ആ ടേമുമായിട്ട് റിലേറ്റബിൾ ആയിരിക്കും. ഓക്കെ. പക്ഷെ ആസ് എ ഫ്രഷർ, അതായത് ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് എന്തായിരിക്കും ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് പേര് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും ഡാറ്റ ടൈപ്പ് വളരെ ഫെമിലർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഡാറ്റ ടൈപ്പ് പറയാൻ പറ്റുമോ? എന്താണ് ഡാറ്റ ടൈപ്പ്? ഇതിൽ പൈത്തണിൽ ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ടാവും, SQL പഠിച്ചിട്ടുണ്ടാവും, പവർ ബി ഐയിലുമായി 3 സ്ഥലത്തും ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഡാറ്റ ടൈപ്സ്? ടൈപ്പ്
ആർക്കെങ്കിലും പറയാൻ പറ്റും എന്താണ് ഡാറ്റ ടൈപ്പ്? എനി ഐഡിയ? ആ ഒരു വാല്യൂവിനെ എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു അതിനെയാണ് ഡാറ്റ ടൈപ്പ് കോൾ ചെയ്യുക. അത്രയുള്ളൂ ഡാറ്റ ടൈപ്പ്. നിങ്ങൾ ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട. ഒരു ടേബിളിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു കോളത്തിന്റെ അകത്ത് ഒരു വാല്യൂവിനെ എങ്ങനെ സ്റ്റോർ ചെയ്യും അതിനെ വിളിക്കുന്ന ടേമിന്റെ പേരാണ് ഡാറ്റ ടൈപ്പ്. ഹൗ ഇറ്റ് ഈസ് സ്റ്റോർഡ്, അതാണ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, അപ്പൊ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് ക്ലിയർ ആയോ? മെയിൻ ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്ന ഡാറ്റ ടൈപ്പ് ഇതൊക്കെയായിരിക്കും. ഏത് ലാംഗ്വേജ് എടുത്താലും കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഡാറ്റ ടൈപ്പ് ഇതൊക്കെയായിരിക്കും. ന്യൂമറിക്, ടെക്സ്റ്റ്, ഡേറ്റ് ആൻഡ് ടൈം, പിന്നെന്തായിരിക്കും ബൂളിയൻ, ബൈനറി. ഇത്രയായിരിക്കും മെയിൻ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ്. ന്യൂമറിക്കിന്റെ അണ്ടറിൽ ആരൊക്കെ ഉണ്ടാവും? ഇൻറ്റീജറും ഫ്ലോട്ട് ഉണ്ടാവും. ടെക്സ്റ്റ് മാത്രമേ ഉണ്ടാവൂ. ഡേറ്റും ടൈമിലും ആരൊക്കെ ഉണ്ടാവും? ഡേറ്റ് ടൈം ഒരുമിച്ച് ഉണ്ടാവും. ഡേറ്റ് സെപ്പറേറ്റ് ഉണ്ടാവും, ടൈം സെപ്പറേറ്റ് ഉണ്ടാവും. ബൂളിയൻ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ്, ബൈനറി പറഞ്ഞാൽ 0 or 1. എന്താ ഡാറ്റ ടൈപ്പ് ക്ലിയർ ആയോ? ഇനി അവിടെ വേറൊരു ടേം ഉണ്ട്, ഡാറ്റ ഫോർമാറ്റ്. ഈ ഒരു ടേം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഡാറ്റ ഫോർമാറ്റ്. എന്താണ് ഡാറ്റ ഫോർമാറ്റ് എന്ന് പറയും? ഏതാ പറഞ്ഞു? ഡേറ്റ എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞെടുക്കണേ? എങ്ങനെയായിരിക്കണം ഡേറ്റ എൻട്രി ചെയ്യേണ്ടതെന്നുള്ളത്. ലൈക്ക് അതിന് ഇപ്പൊ ഡേറ്റ ആണെങ്കിൽ YYMMDD ആ ഫോർമാറ്റിൽ പോകണം എന്ന് പറയുന്നു. യെസ്, അത് തന്നെ. ഡാറ്റ ഫോർമാറ്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പൊ എന്റെ കയ്യിൽ ഡേറ്റ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. ഇന്നത്തെ ഡേറ്റ് എന്റെ സിസ്റ്റം ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? 1/9/2025 എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സെപ്റ്റംബർ 1st 2025. ഏത് ഫോർമാറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്? ഡേ, മന്ത്, കോമൺ ഫോർമാറ്റ് യൂസ് ചെയ്തു, ഇയർ. ഇനി ഇതേ ഡേറ്റ് ഞാൻ വേറെ സിസ്റ്റത്തിലോട്ട് പോകുമ്പോൾ ആ സിസ്റ്റം കോൺഫിഗർ ചെയ്തപ്പോൾ ഏതായിരിക്കും? മന്ത്, ഡേ, ഇയർ എന്നായിരിക്കും. അപ്പോൾ അവിടെയും കോളത്തിന്റെ പേര് എന്തായിരിക്കും? ഡേറ്റ് എന്നായിരിക്കും. പക്ഷെ അവിടെ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയായിരിക്കും അതിനെ? 09/01/2025. ഇതും സെയിം എന്താണ്? സെപ്റ്റംബർ 1st 2025. പക്ഷെ ഇവിടുത്തെ ഫോർമാറ്റ് ഏതാ? മന്ത്, ഡേ, ഇയർ. പക്ഷെ രണ്ട് സ്ഥലത്തും ഡാറ്റ ടൈപ്പ് സ്റ്റിൽ എന്തായിരിക്കും? ഡേറ്റ് ആയിരിക്കും. ഇനി വേറൊരു സ്ഥലത്ത് ഇത് വരുമ്പോൾ വേണമെങ്കിൽ 01 സെപ്റ്റംബർ 2025 എന്നാണ്. സ്റ്റിൽ ഇതിന്റെ ഡാറ്റ ടൈപ്പ് എന്താ? ഡേറ്റ് തന്നെ. ഇനി അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ വരുമ്പോൾ 1/9/25 എന്നാകാം. നിങ്ങൾ എന്താകും? 01/09/25 എന്നാകാം. ഇതൊക്കെ എന്താണ്? ആക്ച്വലി ഡേറ്റ് ആണ്, പക്ഷെ അതിന്റെ ഫോർമാറ്റ് എന്താണ്? ഡിഫറെന്റ് ആയിട്ട് വരുവാണ്. അപ്പോൾ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതും, ഡാറ്റ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുന്നു, അതാണ് ഡാറ്റ ഫോർമാറ്റ്. നമുക്കൊരു ഡാറ്റ ടൈപ്പ് ഫിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫോർമാറ്റ് എന്ത് ചെയ്യാം? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റിലൊക്കെ ആയിരിക്കും. ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അടുത്തൊരു ഫോർമാറ്റ് കാണിച്ചു തരാം. ഇന്ന് ഏതാ വരുന്നത്? മൺഡേ. അപ്പൊ ഒന്നിക്കൽ എന്ത് ചെയ്യാം? മൺഡേ എന്ന് മുഴുവനായിട്ട് എഴുതിയിട്ട് 09/2025 ഇങ്ങനെ ചിലപ്പോൾ ഡേറ്റ് കാണിക്കുന്നുണ്ടാവും. മീൻസ് ഇതിന്റെ ഡാറ്റ ടൈപ്പ് സ്റ്റിൽ എന്താണ്? ഡേറ്റ് ആണ്. അതിന്റെ ഫോർമാറ്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? അപ്ഡേറ്റ് ചെയ്യുന്നത്. ടൈം സേവ് ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഫോർമാറ്റ് അവിടെ ചേഞ്ച് ചെയ്തിരിക്കും കേട്ടോ. ക്ലിയർ ആയോ? ഓൺലൈനിൽ ക്ലിയർ ആണ് എല്ലാവർക്കും? ഡാറ്റ ടൈപ്പും ഡാറ്റ ഫോർമാറ്റും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണോ? ഓക്കെ, ഇതിവിടെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യും? കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവും. ഡാറ്റ ടൈപ്പ് എന്താണ്, ഡാറ്റ ഫോർമാറ്റ് എന്താണെന്ന് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ടൈപ്പ് എന്താണെന്ന് ഒരിക്കലും മറന്നു പോകരുത്. എന്താ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ വാല്യൂ
എങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോർ ചെയ്ത് വെച്ച വാല്യൂ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുന്നു, അതാണ് ഫോർമാറ്റ്. ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് ആരെ എഫക്ട് ചെയ്യില്ല, ടൈപ്പിനെ എഫക്ട് ചെയ്യില്ല. അതുകൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഞാനിപ്പോ ഒരു കോളത്തിന്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്തു, മീൻസ് അതിന്റെ ഡാറ്റ ടൈപ്പ് ഒരിക്കലും ചേഞ്ച് ആകാൻ പോകുന്നില്ല. ക്ലിയർ ആണ് എല്ലാവർക്കും ആ ഒരു കൺസെപ്റ്റ്? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? സർ. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ സോഴ്സിന് ഡാറ്റയൊക്കെ ലോഡ് ചെയ്തു, ഡാറ്റ ടൈപ്പും ചെക്ക് ചെയ്തു. ഇപ്പൊ ഇവിടെ കൺട്രി എന്ന് കൊടുക്കുന്ന ഡാറ്റ ടൈപ്പ് എന്താ? ടെക്സ്റ്റ്. സെല്ലിംഗ് പ്രൈസ് എന്ന് കൊടുക്കുന്ന ഡാറ്റ ടൈപ്പ് എന്താ? വോൾ നമ്പർ. ചില സമയങ്ങളിൽ മെഷീൻ എന്ത് ചെയ്യും, ഈ ന്യൂമറിക്കൽ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് ചിലപ്പോൾ ടെക്സ്റ്റ് ആയിട്ട് റീഡ് ചെയ്യും. എപ്പോഴും കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യുന്ന നമുക്ക് യാതൊരു നിർബന്ധവും പറയാൻ പറ്റില്ല. അൽഗോരിതമാണ്. അതിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് എപ്പോഴും ആയിരിക്കും ടെക്സ്റ്റ് ആയിരിക്കും. അതിലോട്ട് അങ്ങ് കൺവേർട്ട് ചെയ്തു. എന്തെങ്കിലും ഒരു ഇഷ്യൂ മതി, ഏതെങ്കിലും ഒരു റോയിലെ വാല്യൂസിനെ റീഡ് ചെയ്യുമ്പോൾ ആ അൽഗോരിതത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് വിത്തിൻ സെക്കൻഡ് ടെക്സ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് ടെക്സ്റ്റ് ആണെങ്കിൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്യുന്നു, ടെക്സ്റ്റ്. എന്താ ഡിഫറൻസ് ഫീൽ ചെയ്ത്? അത് സ്റ്റോർ ചെയ്ത് മൊത്തം ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയപ്പോൾ അത് ന്യൂമറിക്കൽ കോളമാണ്, പക്ഷെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് മെഷീൻ ഡിറ്റക്ട് ചെയ്ത് ടെക്സ്റ്റ് ആയിട്ടായിരിക്കും എടുക്കും. ഈ രണ്ട് കോളം തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? ഇത് സെല്ലിംഗ് പ്രൈസ്, ഇതും ക്വാണ്ടിറ്റി. നിങ്ങൾക്ക് കാണുമ്പോൾ ന്യൂമറിക് പോലെ ഫീൽ ചെയ്യും, പക്ഷെ മെഷീൻ അത് ഡിറ്റക്ട് ചെയ്യുന്ന ടെക്സ്റ്റ് ആയിരിക്കും. അപ്പൊ എപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത് കോളത്തിന് മാനുവലി നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. അത് പറയാനുള്ള റീസൺ, നിങ്ങൾ അഗ്രിഗേഷൻ ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അഗ്രിഗേഷൻ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടോ? അഗ്രിഗേഷൻ ഫംഗ്ഷൻസ് യെസ്. ഏതൊക്കെ അഗ്രിഗേഷൻ ഫംഗ്ഷൻസ്? സമ്മർ, ആവറേജ്, ആവറേജ്, മിന്ന്, മാക്സ്, മാക്സ്, കൗണ്ട്, ഡിസ്റ്റിങ്ക്ട് കൗണ്ട്. ഇതൊക്കെയാണ് അഗ്രിഗേഷൻ. നിങ്ങൾ പഠിച്ച അഗ്രിഗേഷൻ തന്നെയാണോ, അല്ല ഇവാലുവേഷൻ ആണോ, സമ്മറൈസേഷൻ ആണോ? ഇവാലുവേഷൻ. ഇവാലുവേഷൻ ഫംഗ്ഷന്റെ ശരിക്കുള്ള പേരാണ് അഗ്രിഗേഷൻ. ഏറ്റവും അഗ്രിഗേഷൻ. കൂടുതൽ യൂസ് ചെയ്യുക അഗ്രിഗേഷനിലെ ടേമായി. എന്തായിരിക്കും അഗ്രിഗേഷൻ ഫംഗ്ഷൻ? ആക്ച്വലി എന്താണ് അതിന്റെ ഒരു പേര് വല്ല റീസൺ എന്തായിരിക്കും? രണ്ട് ടൈപ്പ് ഫംഗ്ഷൻ, അഗ്രിഗേറ്റും നോൺ അഗ്രിഗേറ്റും. എന്തായിരിക്കും? അഗ്രിഗേറ്റിന്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു സിംഗിൾ വാല്യൂ വരും. സമ്മ ചെയ്ത ഔട്ട്പുട്ട് എപ്പോഴും എന്താ കിട്ടുക? ഒരു സിംഗിൾ വാല്യൂ. ആവറേജ് എടുത്തു കഴിഞ്ഞാലോ ഒരുപാട് ആൾക്കാരുടെ ഒരു സിംഗിൾ ആവറേജ്. ഒരുപാട് ആൾക്കാർക്ക് ഡിഫറെന്റ് ആവറേജ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ മിൻ, ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഏറ്റവും ഏറ്റവും ചെറുത്. ഒരുപാട് ചെറുത് കിട്ടുമോ? ഇല്ല. അതുപോലെ ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഏറ്റവും വലുതാരാ? മാക്സ്. എല്ലാത്തിന്റെയും കൗണ്ട്. അതിൽ യുണീക്ക് വാല്യൂസിന്റെ കൗണ്ട് മാത്രം ഡിസ്റ്റിങ്ക്ട് കൗണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അഗ്രിഗേഷൻ ഫംഗ്ഷൻസ്. ഇത് പഠിച്ചിട്ടില്ലേ? സമ്മ്, ആവറേജ്, മിന്ന്, മാക്സ്, കൗണ്ട്, ഡിസ്റ്റിങ്ക്ട് കൗണ്ട്. ഇതാണ് നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത അഗ്രിഗേഷൻ ഫംഗ്ഷൻസ്. അതിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും സം. സം യൂസ് ചെയ്താലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ നിങ്ങളോട് പറയാണ് കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്ര ചോദിക്കും. ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു കോളത്തിന്റെ സം എടുക്കേണ്ടി വരും ഒബ്വിയസ്ലി. അപ്പൊ സമ്മിന് എപ്പോഴും ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പിന് മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റൂ? ന്യൂമറിക്കൽ ന്യൂമറിക്. മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റൂ. ഇൻ കേസ് ഇപ്പം മെഷീൻ ഇത് ടെക്സ്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തു, ഞാനത് മനസ്സിലാക്കാതെ പോയിട്ട് അതിൽ സമ്മ് കൊടുത്തു, ഔട്ട്പുട്ട് ഉണ്ടാവുമോ? എറർ ആയിരിക്കും കാണിച്ചു തരുമോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഫങ്ഷൻസ് വർക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റ് ഡാറ്റ ടൈപ്പിലെ കോളംസ് വെച്ചിട്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ അതൊരിക്കലും അതിന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സമ്മ പോലുള്ള ഫങ്ഷൻസ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ന്യൂമറിക്കൽ കോളത്തിന് മാത്രമേ പറ്റൂ. ആവറേജിനോ ന്യൂമറിക്കൽ കോളത്തിന് മാത്രമേ പറ്റൂ. ബാക്കിയുള്ള ഫങ്ഷൻസിന് അങ്ങനെയില്ല. സമ്മിനും ആവറേജിനും എപ്പോഴും ന്യൂമറിക്കൽ കോളത്തിന് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇൻ കേസ് അത് മെഷീൻ ടെക്സ്റ്റ് ആയിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വരില്ല. നമ്മൾ ഒരുപാട് പോയി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരോട്ട് എന്ത് ചെക്ക് ചെയ്താൽ മതി? കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് ഫസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാം. ക്ലിയർ ആയോ? അതുകൊണ്ട് ഡാറ്റ ടൈപ്പ് എപ്പോഴും അനാലിസിൽ വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് കേട്ടോ. അതൊരിക്കലും ഇട്ട് കളയരുത്. ഓക്കെ. ഇത്രയും പറഞ്ഞ എല്ലാവരും ക്ലിയർ ആണ്? ഓൺലൈൻ, ഓഫ്ലൈൻ?
ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? യെസ് സാർ. ഓക്കെ. ഇനി ഒരു ചെറിയൊരു കോമൺ ആയിട്ടുള്ളൊരു ഇത് പറയും. ഇത് പവർ ബിയിൽ മാത്രമല്ല, കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. സം എപ്പോഴും റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്ത് വാല്യൂ ആയിരിക്കും? ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യം പോസിറ്റീവ് എന്തായിരിക്കും? എപ്പോഴും ന്യൂമറിക്കൽ ന്യൂമറിക് വാല്യൂ. യെസ്. ആവറേജ് എപ്പോഴും റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. അതൊരു ന്യൂമറിക് തന്നെയാണ്. ഇനി കൗണ്ട് എപ്പോഴും റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. അത് എപ്പോഴും ഒരു ന്യൂമറിക് വാല്യൂ ആയിരിക്കും. ഡിസ്റ്റിങ്ക്ട് കൗണ്ട് ആയാലോ, അത് എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ന്യൂമറിക് മാത്രമായി. ഇനി മിന്നും മാക്സും, മിൻ എപ്പോഴും റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. ഡാറ്റ ടൈപ്പ് അനുസരിച്ചിട്ട് അത് എന്ത് ചെയ്യും? അതിന് മാറാനുള്ള കഴിവുണ്ട്. കൊടുക്കുന്ന ഒരു ന്യൂമറിക്കൽ കോളം ആണെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് കോളം ആണെങ്കിൽ ടെക്സ്റ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഡേറ്റ് കോളം ആണെങ്കിൽ ഡേറ്റ് വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ പറ്റും. അതുപോലെ എന്തും പറ്റും, മാക്സിനും ഇതേ കാര്യം കൂടെ പറ്റുമല്ലോ. അഗ്രിഗേഷനിൽ ഈ രണ്ട് ഫംഗ്ഷനും മാത്രമുള്ള ഒരു എക്സ്ട്രാ എബിലിറ്റികളാണ്. ആരൊക്കെ ഡീൽ ചെയ്യാം? ന്യൂമറിക്കാളെയും ഡീൽ ചെയ്യാം, ടെക്സ്റ്റിനെയും ഡീൽ ചെയ്യാം, ഡേറ്റിനെയും ഡീൽ ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. ഇത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ അത് വെച്ചിട്ട് അവസാനമാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ചെയ്യുന്ന സമയത്ത് ഈ കൺസെപ്റ്റ് ഒക്കെ ആവശ്യം. ബാക്കിയൊന്നിനും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മിന്നിനും മാക്സിനും മാത്രമുള്ള ഒരു എബിലിറ്റിയാണ്. ക്ലിയർ ആയോ? ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്? നിങ്ങൾ ഇതിനു മുമ്പ് ഇതിന്റെ ഈ ഒരു കൺസെപ്റ്റ് എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? മിന്നിന്റെ ടെക്സ്റ്റിന്റെ മിനിമം വാല്യൂ, ടെക്സ്റ്റിന്റെ മാക്സിമം വാല്യൂയുടെ കൺസെപ്റ്റ് ഒക്കെ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? SQL യൂസ് ചെയ്തിട്ടുണ്ടോ? അവർ പവർ ബിയിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാനുണ്ട് ഇപ്പോൾ. എപ്പോഴൊക്കെയാണെന്നുള്ളത് ഒരു അപ്ലിക്കേഷൻ ലെവൽ എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും പവർ ബിയിൽ മാത്രമല്ല, ഓവറോൾ ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. ഇനിയിപ്പം ഡാറ്റ സോഴ്സ് ഡാറ്റയ്ക്ക് കണക്ട് ചെയ്തു. നെക്സ്റ്റ് എന്തായിരിക്കും എല്ലാവരും ചെയ്യാൻ പോകുന്നുണ്ടാവോ? വിഷ്വൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതായിരിക്കും അല്ലേ? അതിന് മുമ്പ് വേറൊരു സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. എന്താണെന്നറിയോ? ആ ഫയൽ ഒന്ന് സേവ് ചെയ്ത് വെക്കും കേട്ടോ. പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം പറയുമ്പോൾ കോമൺ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഡാറ്റ സോഴ്സ് ഡാറ്റ കണക്ട് ചെയ്യും, റിക്വയർമെന്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാം ചെയ്ത് വെക്കും. എന്നിട്ട് ചായ കുടിക്കാൻ ഒന്ന് അവിടെ നിന്ന് മാറിയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എന്താവും? സിസ്റ്റം എന്തെങ്കിലും കാരണവശാൽ ഓഫ് ആവും. അപ്ലിക്കേഷൻ അല്ലേ, പോകും. ചിലപ്പോൾ റിക്കവറി ഒന്നും വർക്ക് ആവണമെന്നില്ല. നിങ്ങൾ 4-5 മണിക്കൂറത്തെ എഫേർട്ട് മൊത്തം പോയിട്ടുണ്ടാവും. നിങ്ങൾ മാനേജറോട് പറഞ്ഞ മാനേജർ വിശ്വസിക്കുമോ? ഇല്ല. എന്നോട് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ? തീരെ ഇല്ല. അപ്പൊ എന്താണ്? എപ്പോഴും ഫസ്റ്റ് ഫയല് സേവ് ചെയ്ത് വെക്കണം. സേവ് ചെയ്ത് വെക്കാത്ത ഫയൽ ആണെങ്കിൽ മുകളിൽ ഇങ്ങനെ ആയിരിക്കും പേരുണ്ടാവുക, അൺടൈറ്റിൽ പവർ ബി ഡെസ്ക്ടോപ്പ്. സേവ് ചെയ്യാൻ നേരെ എങ്ങോട്ട് വരിക? ഫയൽ ടാബിലോട്ട് വരിക. അവിടെ എന്ത് സെലക്ട് ചെയ്യുക? സേവ് ആസ്. സേവ് ഉണ്ടാവില്ല, സേവ് ആസ് ഉണ്ടാവും. അതിൽ ഡിഫോൾട്ട് ആയിട്ട് ചിലപ്പോൾ പോകുന്നത് നിങ്ങൾ വൺ ഡ്രൈവിലോട്ടൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയാണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. അതിന് പകരം എന്ത് സെലക്ട് ചെയ്യുക? ബ്രൗസ് ദിസ് ഡിവൈസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ പാത്ത് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഡോക്യുമെന്റ്സിലാണ് സേവ് ചെയ്യുന്നത്. ഞാൻ ഡോക്യുമെന്റ് സെലക്ട് ചെയ്തു. ഫയലിന്റെ പേര് പാസ് ചെയ്തു. ഞാൻ April 25 എന്ന് പേര് പാസ് ചെയ്തു. താഴെ അത് സേവ് ആവുന്ന എക്സ്റ്റൻഷൻ കാണിച്ചു തരുന്നുണ്ടോ? പവർ ബി ഐ ഫയൽ .pbix ഉണ്ടോ? ഇപ്പോൾ ഒരു പവർ ബിയുടെ ഫയൽ ലോക്കലായിട്ട് സേവ് ചെയ്യുമ്പോൾ ഏത് എക്സ്റ്റൻഷനിലായിരിക്കും സേവ് ആവുന്നുണ്ടാവോ? PBIX എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനിലായിരിക്കും സേവ് ആവുന്നുണ്ടാവോ? നേരെ താഴെ എന്ത് പാസ് ചെയ്യുന്നു? സേവ്. അപ്പൊ ഫയൽ സേവ് ആവുകയും ചെയ്യും. മുകളിൽ ആ ഫയലിന്റെ പേരും ലാസ്റ്റ് സേവ് ചെയ്ത് വെച്ച ഡേറ്റും ടൈമും കാണാൻ പറ്റും. ഇനി എപ്പോഴും സേവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? Ctrl+S കൊടുത്താൽ അത് അവിടെ വീണ്ടും സേവ് ആവും കേട്ടോ. അപ്പൊ അവിടെ ഡേറ്റും ടൈമും അപ്ഡേറ്റ് ആവുന്ന കാണാൻ പറ്റും. മീൻസ് Ctrl+S കൊടുത്തിട്ട് നേരെ എണീച്ച് പോകരുത്, ഡേറ്റും ടൈം അപ്ഡേറ്റ് ആവുന്ന നോക്കണം കേട്ടോ. ചില സമയത്ത് അത് വർക്ക് ആവണം നോക്കണം. ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്, സാർ എല്ലാം പോയി എന്ത് ചെയ്യണം? റിക്കവറി എല്ലായ്പ്പോഴും വർക്ക് ആവണമെന്നില്ല, നമുക്ക് അതിനെ വിശ്വസിച്ച് നിൽക്കാനും പറ്റില്ല. അപ്പോൾ മാക്സിമം എപ്പോഴും പ്രോപ്പറായിട്ട് സേവ് ചെയ്തിട്ട് മാത്രം ഡെസ്ക് എണീച്ച് പോകുമ്പോൾ ചെയ്യുക. ക്ലാസ്സിലായാലും സെയിം തന്നെ.
എനിക്ക് ഇന്ന് ചെയ്ത ഫയൽ നാളെ വരുമ്പോഴേക്ക് എനിക്ക് ആവശ്യമുണ്ട്. നിനക്ക് സേവ് ചെയ്യാം, സേവ് ചെയ്യാതിരിക്കാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ട്, നാളെ വരുമ്പോഴേക്കും ഇന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവണം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക സേവ് ചെയ്യരുതെന്ന് ഞാൻ പറയും. നാളെ വരുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഒന്നും കൂടെ ചെയ്തിട്ട് വരുമല്ലോ. സേവ് ചെയ്താൽ പിന്നെ നിങ്ങളൊന്നും തുറന്നു നോക്കില്ലല്ലോ. സേവ് ചെയ്ത് നിങ്ങൾ ഉറപ്പായിട്ട് നാളെ വരുമ്പോഴേക്കും ചെയ്തിട്ട് വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക സേവ് ചെയ്യേണ്ടതേ പറയൂ. നിങ്ങളുടെ ഇഷ്ടമാണ് സേവ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള കാര്യം. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഇവിടെ കൺട്രോൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈം അപ്ഡേറ്റ് ആവുന്നതാണ് വേണ്ടത്. അത് 1:52 PM ആയിട്ട് മാറി. അപ്പൊ എപ്പോഴും പ്രോപ്പറായിട്ട് സേവ് ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അധികമൊന്നും എടുത്തിട്ടില്ല. എന്താ പറഞ്ഞത്, ജസ്റ്റ് അങ്ങേയറ്റം ബേസിക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഈ ഒരു 2-3 ദിവസം വളരെ സ്ലോ ഫേസിലെ ക്ലാസ് കൊണ്ട് പോകും. അതായത് ഞാൻ നാളെ മറ്റന്നാൾ എന്തെങ്കിലും തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടി വരും, 5-6 ദിവസം കഴിയേണ്ടി വരും. ഇപ്പോൾ എല്ലാവരും എന്താവും, മറന്നു പോവും. പിന്നെ ഞാൻ തന്നെ ഒന്നും കൂടെ എല്ലാം റിവൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കും. അതിന് ശേഷം മാത്രമേ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഓണത്തിന്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യട്ടോ. മീൻസ് നാളെ മറ്റന്നാൾ ക്ലാസ് ഇല്ല എന്നല്ല, ക്ലാസ് ഒക്കെ ഉണ്ടാവും. മെയിൻ ടോപ്പിക് ഒക്കെ അതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഏതെങ്കിലും പോർഷൻ ഡൗട്ടോ കാര്യങ്ങളുണ്ടോ ആർക്കെങ്കിലും? ഓൺലൈൻ ഓഫ്ലൈൻ? ഓൺലൈൻ ഇന്നത്തെ കാര്യങ്ങൾ ക്ലിയർ ആയവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്, ഇന്നത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഓക്കെ, എല്ലാവരും സേവ് ചെയ്ത് കഴിഞ്ഞോ? പവർ ബിയിലെ 3 വ്യൂസ് ഏതൊക്കെയാണ്? റിപ്പോർട്ട് വ്യൂ, ടേബിൾ വ്യൂ, മോഡൽ വ്യൂ. പവർ ബിയിൽ കണക്ട് ചെയ്യുമ്പോൾ ഡാറ്റ സോഴ്സസ് ഒക്കെയാണ് CSV, എക്സൽ, പിന്നെ JSON, പൈത്തൺ സ്ക്രിപ്റ്റ്, പിന്നെ MySQL, പിന്നെ PDF, പിന്നെ വേർഡ് പറ്റില്ല, ഗൂഗിൾ ഷീറ്റ്സ്. ഗൂഗിൾ ഷീറ്റ് അറിയില്ല ആർക്കും? കണ്ടിട്ടുണ്ടോ? ഗൂഗിൾ ഷീറ്റ് ആരും യൂസ് ചെയ്തിട്ടില്ല? അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ഇല്ലേ? ജസ്റ്റ് ഗൂഗിൾ Yes. ഷീറ്റ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പോസ്റ്റിന് വർക്ക് ചെയ്തുകൊണ്ട് എന്തായാലും യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബാക്കി ആരും ചിലപ്പോൾ ഗൂഗിൾ ഷീറ്റ് ഒന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ എല്ലാവരും ഫോം ഒക്കെ ഫിൽ ചെയ്യാറില്ലേ? നിങ്ങൾ ഫിൽ ചെയ്യുന്ന ഫോമിലേക്ക് ഔട്ട്പുട്ട് എങ്ങനെയാ വരുന്നത് നിങ്ങൾ വിചാരം? അതൊക്കെ ഗൂഗിൾ ഷീറ്റിന്റെ ഒരു ടേബിൾ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ഗൂഗിൾ അക്കൗണ്ടിൽ ജസ്റ്റ് ഗൂഗിൾ ഷീറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും, കണ്ടോ? ഫോം എടുത്ത് നോക്കാം, ഷീറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നില്ല, കമ്പനി ഡാറ്റ ചെയ്യണതുകൊണ്ടാണ്. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഓൺലൈൻ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി എന്നാൽ പറഞ്ഞോളൂ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ഇന്ന് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ, ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ശരിയാണ്. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ.